സൗന്ദര്യോത്തരതോപി സുന്ദരതരം ത്വദ്രൂപം ആശ്ചര്യതോപ്യാശ്ചര്യം ഉപനേന കസ്യ കുതുകം പുഷ്ണാതി വിഷ്ണോ വിഭോ. ലയോ ഗുരുവായൂരപ്പ, അങ്ങയുടെ രൂപം ആർക്കാണ് കുതുകം ആനന്ദം ഉണ്ടാക്കാത്തത്? കാരണം സൗന്ദര്യോത്തരതോപി സുന്ദരതരം, മധുരത്തിൽ വെച്ച് ഏറ്റവും മധുരമാണ് അങ്ങയുടെ രൂപം എന്ന് പറഞ്ഞു നിർത്തി. ഇനി ആ 4-ാമത്തെ ശ്ലോകത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. തത്താദൃക്മധുരാത്മകം തവ വപുഃ സംപ്രാപ്യ സമ്പന്മയീ സാ ദേവീ പരമോത്സുക ചിരതരം നാസ്തേ സ്വഭക്തേഷ്വപി തേനാസ്യാവത കഷ്ടമച്യുത വിഭോ ത്വദ്രൂപമാനോജ്ഞക പ്രേമസ്ഥൈര്യമയാത് അചാബലബലാത് ചാബല്യവാർത്തോദഭൂത്. അപ്പൊ അത് നമുക്കൊന്ന് പിരിച്ചു നോക്കാം. തത്താദൃക് മധുരാത്മകം, തത്താദൃക് മധുരാത്മകം തവ വപു സംപ്രാപ്യ സമ്പന്മയീ സാ ദേവി പരമോത്സുക ചിരതരം ന ആസ്തേ സ്വഭക്തേഷു അപി തേനാസ്യാബദ കഷ്ടം അച്യുത വിഭോ ത്വദ്രൂപ മാനോജ്ഞക പ്രേമസ്ഥൈര്യമയാത്. ഒറ്റ വാക്കാണത്. ത്വദ്രൂപ മാനോജ്ഞക പ്രേമസ്ഥൈര്യമയാത് അജാബലബലാത് ചാബല്യവാർത്തോ ഉദഭൂത്. ചാബല്യവാർത്തോ ഉദഭൂത്. ഇങ്ങനെയാണ് പിരിക്കുന്നത്. തത്താദൃക് മധുരാത്മകം തവ വപു, അങ്ങയുടെ ആ രൂപം ഉണ്ടല്ലോ, നേരത്തെ പറഞ്ഞ ആ മധുരത്തിൽ വെച്ച് ഏറ്റവും മധുരവും സൗന്ദര്യങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ സൗന്ദര്യവുമായ ആ രൂപം, അതാണ് തത്താദൃക്. അതുപോലെയുള്ള നേരത്തെ പറഞ്ഞ പ്രകാരമുള്ള അതാണ് തത്താദൃക് മധുരാത്മകം, മധുര സ്വരൂപമായിരിക്കുന്നത്. മധുരം എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ളതാണല്ലോ. അങ്ങനെ ആ മധുരാത്മകം, മധുര സ്വരൂപമായിരിക്കുന്ന ആ ഭഗവാൻ തവ വപു, അങ്ങയുടെ ആ ശരീരം, അങ്ങയുടെ ശരീരം വപുസ് സംപ്രാപ്യ, അതിൽ പ്രാപിച്ചിട്ട്, ആ ശരീരത്തെ പ്രാപിച്ചിട്ട്, അതായത് മഹാലക്ഷ്മിയുടെ കാര്യം പറയുകയാണ്. ദേവി ആ മഹാവിഷ്ണുവിനെ സ്വീകരിച്ച കാര്യം പറയാണ്. ആ സംപ്രാപ്യ തത്താദൃക് മധുരാത്മകം തവ വപു സംപ്രാപ്യ, ആ വപുസ് ഭഗവാന്റെ ആ തിരുശരീരം കിട്ടിയിട്ട് തന്റെ പതിയായിട്ട് ആ ഭഗവാനെ വിട്ടുവിട്ട് ാണല്ലോ സമ്പത്തിന്റെ സ്വരൂപമാണ് ദേവി. ആ സമ്പത്തിന്റെ സ്വരൂപമായിരിക്കുന്ന ആ ദേവി അങ്ങയുടെ ശരീരത്തെ കിട്ടിയിട്ട് തവ വപു സംപ്രാപ്യ സമ്പന്മയീ സാ ദേവി, ആ ദേവി പരമോത്സുക എന്ന് വെച്ചാൽ പരമമായ സന്തോഷത്തോടുകൂടി ഇരിക്കുകയാണ്. അങ്ങയെ കിട്ടിയതോടുകൂടി ലക്ഷ്മി ഭഗവതിക്ക് പൂർണ്ണ സംതൃപ്തി വന്നു. പരമോത്സുക, അതാണ് പറയുന്ന ആദ്യത്തെ വരി. തത്താദൃക് മധുരാത്മകം തവ വപു സംപ്രാപ്യ സമ്പന്മയീ സാ ദേവി, സമ്പന്മയായിരിക്കുന്ന ആ ദേവി അങ്ങയെ പ്രാപിച്ചിട്ട് സംപ്രാപ്യ ശരീരം. എല്ലാവരും മ്യൂട്ട് ചെയ്യണേ കേൾക്കാൻ. തവ വപു സംശയം ഉണ്ടെങ്കിൽ നമുക്ക് അവസാനം ചോദിക്കണം കേട്ടോ. ഇടയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറിച്ച് വെക്കണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കുറിച്ച് വെച്ചിട്ട് നമുക്ക് 10-15 മിനിറ്റ് അവസാനം അതിനു വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. അല്ലാതെ ഇടയ്ക്ക് കയറി പറഞ്ഞാൽ നമുക്ക് ആളിനെയും കാണാൻ വയ്യല്ലോ. തത്താദൃക് മധുരാത്മകം, അതുപോലെയുള്ള അങ്ങയുടെ ആ മധുര സ്വരൂപം സംപ്രാപ്യ സാ ദേവി സമ്പന്മയി, ആ സമ്പന്മയായിരിക്കുന്ന ആ ദേവി പരമോത്സുക എന്ന് വെച്ചാൽ പരമസന്തുഷ്ടയായി മാറി അങ്ങയുടെ ആ രൂപം കിട്ടിയിട്ട്. ചിരതരം നാസ്തേ സ്വഭക്തേഷ്വപി, അതുകൊണ്ട് എന്താണ് സംഭവിച്ചത്? ചിരതരം, വളരെ കാലം, ന ആസ്തേ സ്വഭക്തേഷ്വപി, സ്വന്തം ഭക്തന്മാരിൽ പോലും മഹാലക്ഷ്മി ന ആസ്തേ, ചിരതരം, വളരെ നേരം സ്ഥിതി ചെയ്യുന്നില്ല. വളരെ കാലം ഈ ലക്ഷ്മി ദേവി ആ സ്വന്തം ഭക്തന്മാരിൽ പോലും സ്ഥിതി ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. കാരണം ഭക്തന്മാരാണല്ലോ ദേവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ദേവിയുടെ ഭക്തന്മാരിൽ പോലും ദേവിക്ക് ഏറെക്കാലം ഇരിക്കാൻ കഴിയുന്നില്ല. ആ ഒരു കാര്യം ഇവിടെ പറയുന്നത്. തത്താദൃക് മധുരാത്മകം
തവ ബഭു സംപ്രാപ്യ സമ്പന്മയീ സാ ദേവി പരമോത്സുക. പരമോത്സുകയായി മാറി. പിന്നെ വേറെ ഒന്നും നേടാനില്ലല്ലോ. പരമസന്തുഷ്ടയായിട്ടിരിക്കുന്ന ഒരാൾക്ക് പിന്നെ വേറെ ഒന്നും വേണ്ടല്ലോ. അത്തരം ഭക്തന്മാരിൽ പോലും അവർക്ക് ഒരു ചിരതരം വളരെ നേരം ഇരിക്കാൻ കഴിയുന്നില്ല. തേനാസ്യാപത കഷ്ടമച്യുത വിഭോ. അതുകൊണ്ടൊരു സംഭവം നടന്നു. കഷ്ടമാണെന്ന് പറയാണ്. തേനാസ്യ, അക്കാരണത്താൽ. തേനാന്ന് വെച്ചാൽ അക്കാരണത്താൽ. അസ്യ, ആ ലക്ഷ്മി ഭഗവതിക്ക്, അവൾക്കെന്ന് പറഞ്ഞാൽ അവിടെ ലക്ഷ്മി ഭഗവതിക്ക്, അക്കാരണത്താൽ ലക്ഷ്മി ഭഗവതിക്ക് കഷ്ടം അച്യുത വിഭോ ത്വദ്രൂപമാനോജ്ഞക പ്രേമസ്ഥൈര്യമയാത്. അന്നേരം ലക്ഷ്മി ദേവിക്ക് ഭഗവാനോട് എന്താണുള്ളത്? ത്വദ്രൂപമാനോജ്ഞകം, അങ്ങയുടെ ആ മനോജ്ഞമായിരിക്കുന്ന മനോഹരമായിരിക്കുന്ന ആ ത്വദ്രൂപം, അങ്ങയുടെ രൂപത്തിലുള്ള പ്രേമസ്ഥൈര്യം. അങ്ങനെ ഏറ്റവും മധുരമായിരിക്കുന്ന ഒരു രൂപം തനിക്ക് കിട്ടിയപ്പോൾ അതിൽ പ്രേമത്തിന് സ്ഥിരത വന്നു. ആർക്ക്? ലക്ഷ്മി ഭഗവതിക്ക്. അതുകൊണ്ട് അചാപല ബലമായി പോയി. അതായത് അചാപലം, ചലിക്കാത്ത ഒരു ശക്തി ലക്ഷ്മി ഭഗവതിക്ക് കിട്ടി ആ പ്രേമത്തിൽ. ആ പ്രേമം അചഞ്ചലമായിരുന്നു ലക്ഷ്മി ഭഗവതിക്ക് ഭഗവാനോടുള്ള. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ചാപല്യവാർത്തോദഭൂത്. ലക്ഷ്മി ഭഗവതിക്ക് ചപല എന്നൊരു പേര് വന്നു. കാരണം ഈ ഭക്തന്മാരിൽ പോവുക, പിന്നെ തിരിച്ചുടനെ വരണം. കാരണം ചിരതര ഇരിക്കാൻ പറ്റുന്നില്ല. കാരണം ഭഗവാന്റെ അടുക്ക് ഓടിയെത്തണ്ടേ. അതുകൊണ്ട് ലക്ഷ്മി ഭഗവതിക്ക് ചപല എന്നൊരു വാക്ക് കിട്ടിയത് വലിയ കഷ്ടം തന്നെയാണ്. ഉദഭൂത്, ഉണ്ടായി. ചപല എന്നുള്ളൊരു വാർത്ത, ചാപല്യ വാർത്ത, അങ്ങനെ ചപലയാണെന്നുള്ളൊരു വാർത്ത ലക്ഷ്മി ഭഗവതിക്ക് കഷ്ടം കിട്ടിപ്പോയി. ലക്ഷ്മി ഭഗവതി ചപലയാണെന്ന് ശങ്കരാചാര്യരും പറയല്ലേ. ലക്ഷ്മി തോയ തരംഗ ഭംഗ ചപല. ശിവ ക്ഷമാപണ സ്തോത്രത്തിൽ പറയും. ശിവാപരാധ ക്ഷമാപണ സ്തോത്രത്തിൽ ലക്ഷ്മി തോയ തരംഗ ഭംഗ ചപല. അതായത് ലക്ഷ്മി ഭഗവതി കടലിലെ തിരമാല പോലെ ഇങ്ങനെ ഏറിയും ഉറങ്ങി ഇരിക്കും. ആൾക്കാരിൽ കുറച്ചുനാൾ സമ്പത്ത് ഇരിക്കും, അത് കഴിഞ്ഞ് വീണ്ടും താഴും. ഇങ്ങനെയാണല്ലോ നമ്മൾ കണ്ടുവരുന്നത്. ആരുടെയും സമ്പത്ത് സ്ഥിരമല്ല. അതെന്തുകൊണ്ടാ? ലക്ഷ്മി ഭഗവതി കുറച്ചു കഴിയുമ്പോൾ അങ്ങ് ഓടി ഭഗവാന്റെ ഒക്കെ പോകും. കാരണം അവിടെയാണ് ഏറ്റവും ഇഷ്ടം ഇരിക്കാൻ. കാരണം തത്താദൃക് മധുരാത്മകം തവ സംപ്രാപ്യ. ലക്ഷ്മി ഭഗവതിക്ക് ആ മധുര സ്വരൂപമായിരിക്കുന്ന ഭഗവാനെ കിട്ടിയത് പ്രേമസ്ഥൈര്യം, ആ പ്രേമത്തിലുള്ള സ്ഥിരത. അതുകൊണ്ട് അചാപല ബലം ഉണ്ടായി. ചപലയാകാത്ത ഒരു ബലം. ഇതിലോട്ട് മാറേണ്ട കാര്യമില്ലല്ലോ. വേറെ നിലോട്ട് ലക്ഷ്മി ഭഗവതിക്ക് പോകേണ്ട കാര്യമില്ല. ഭക്തന്മാരിൽ പോലും ലക്ഷ്മി ദേവിക്ക് അത് കാരണം കൂടുതൽ നേരം സ്ഥിതി ചെയ്യാൻ കഴിയുന്നില്ല. ആസ്തേ എന്ന് വെച്ചാൽ അവിടെ ഇരിക്കാൻ കഴിയുന്നില്ല. ആസ്തേ, ഉണ്ടായിരിക്കാൻ കഴിയുന്നില്ല. ആസ്തേ സ്വഭക്തേഷ്വപി. ഭക്തന്മാരാണല്ലോ ഏറ്റവും പ്രിയപ്പെട്ടവര്. അവരിൽ പോലും ലക്ഷ്മി ഭഗവതിക്ക് ഇരിക്കാൻ പറ്റാത്ത കാരണം എന്ന് വെച്ചാൽ ഭഗവാന്റെ ആ സൗന്ദര്യത്തിൽ ആകൃഷ്ടയായി ആ പ്രേമത്തിന് സ്ഥിരത വന്ന് അതുകൊണ്ട് അചാപലയായി പോയി. അതിലചാപല. പക്ഷെ അതിലചാപലയായപ്പോ എന്ത് സംഭവിച്ചു? ഭക്തന്മാരിൽ ചപലയായി പോയി. ചപല എന്ന് വെച്ചാൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിരതയില്ലാത്താണല്ലോ ചാപല്യം. അങ്ങനെ ആ ഒരു ചപല എന്നുള്ളൊരു വാക്ക് ലക്ഷ്മി ഭഗവതിക്ക് കിട്ടി. ഇതൊരു കവിഭാവന. അതായത് നമ്മളിവിടെ കാണുന്നതാണല്ലോ. ലൗകികമായിട്ട് നോക്കുമ്പോൾ ഈ സമ്പത്ത് ഒരിക്കലും ആരിലും സ്ഥിരമായിട്ട് നിൽക്കുന്നില്ല. അതിനൊരു കാരണം കവി പറയാണ്. ഇതായിരിക്കാൻ കാരണം ചിരതരം ആ ഭക്തന്മാരിൽ ഭഗവതിക്ക് സ്ഥിതി ചെയ്യാൻ പറ്റുന്നില്ല. ഓടി അങ്ങ് ഭർത്താവിൻ്റെ ഒക്കെ പോണം. ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ പരമോത്സുക, പരമമായ ഉത്സുകം, സന്തോഷം, ആനന്ദത്തിൽ നിർവൃതി അടഞ്ഞ് ലക്ഷ്മി ഭഗവതി ഇരിക്കുക എന്ന് പറയാണ്. ഇതിനാൽ ലക്ഷ്മി ഭഗവതിക്ക് ഭഗവാനോടുള്ള ആ ഒരു പാതിവ്രത്യം ഉണ്ടല്ലോ. ഭഗവാനെ വിട്ട് ലക്ഷ്മി ദേവിക്ക് നിമിഷം പോലും മാറി നിൽക്കാൻ മനസ്സില്ല. പിന്നെ ഭക്തന്മാര് അങ്ങനെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ലക്ഷ്മി ഭഗവതി കുറച്ചു നേരം അവിടെ പോയിരിക്കും. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഐശ്വര്യം വേണമെങ്കിൽ ആ ഐശ്വര്യത്തിൻ ദേവതയാണല്ലോ ലക്ഷ്മി. ആ ഐശ്വര്യം ലക്ഷ്മി ഭഗവതിയെ സ്ഥിരമായിട്ട് നമ്മുടെ മനസ്സിൽ നിർത്തണം. അതിനുള്ള മാർഗമാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. എങ്ങനെ നമുക്ക് ഈ സമ്പത്തും ഒക്കെ സ്ഥിരമായിട്ട് നമ്മളിൽ നിർത്താൻ എന്താണ് മാർഗം? ഈ ശ്ലോകത്തിന്റെ താല്പര്യം ഇതാണ്. തത്താദൃക് മധുരാത്മകം തവ സംപ്രാപ്യ സമ്പന്മയി. അതായത് സമ്പത്ത് തന്നെയാണല്ലോ ലക്ഷ്മി ഭഗവതി. ഐശ്വര്യ സ്വരൂപയായിരിക്കുന്ന ആ ലക്ഷ്മി ഭഗവതി, സാ ദേവി, ആ ദേവി പരമോത്സുക, പരമതൃപ്തയാണ്, വളരെ ആനന്ദവതിയായിട്ടിരിക്കുകയാണ്, പരമോത്സുക. അതുകൊണ്ട് ചിരതരം ന ആസ്തേ സ്വഭക്തേഷ്വപി. തന്റെ സ്വന്തം ഭക്തന്മാരിൽ പോലും വളരെ കാലം സ്ഥിതി ചെയ്യുന്നില്ല. തേനാസ്യ, തേനാന്ന് വെച്ചാൽ അക്കാരണത്താൽ, അസ്യ അവൾക്ക്, ലക്ഷ്മി ഭഗവതിക്ക് ബധ
കഷ്ടം. ഒന്നൊന്ന് മ്യൂട്ട് ചെയ്യണേ ഇത് സാറേ. എല്ലാവരുടെയും ഒന്ന് മ്യൂട്ട് ചെയ്യിക്കും സാറേ പ്ലീസ്. അതൊന്ന് ചെയ്തില്ലെങ്കിൽ ആളുകൾക്ക് ഡിസ്ട്രാക്ഷൻ വരും. ഒന്ന് മ്യൂട്ട് ചെയ്യണം. എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യണേ. തേനാസ്യ ബധ, ബധ കഷ്ടം. രണ്ടു വാക്ക് പറഞ്ഞുണ്ടോ? കഷ്ടം, ബധ. രണ്ടും ആ ഒരു പരിതാപാവസ്ഥയെ പറയാണ്. സ്വന്തം ഭക്തന്മാരിൽ പോലും ഇരിക്കാൻ ലക്ഷ്മി ഭഗവതിക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് ചപല എന്നുള്ളൊരു വാക്കും കിട്ടിപ്പോയി. കാരണം അതിലിരിക്കാത്തതുകൊണ്ട് ആൾക്കാര് ലക്ഷ്മി ഭഗവതി എപ്പോഴും തോയതരംഗ ഭംഗ ചപല എന്ന് പറയേണ്ടി വരുന്നു. അത് വലിയ കഷ്ടം തന്നെ. തേനാസ്യാബത കഷ്ടം അച്യുത. ഭഗവാന്റെ വിശേഷം അച്യുതൻ. ശ്രുതിയില്ലാത്തവനാണ് അച്യുതൻ. അച്യുതൻ വിഭോ. നമുക്കത് പിന്നെ ചൊല്ലാം കേട്ടോ. നമുക്കത് ക്ലാസ് കഴിഞ്ഞിട്ട് ചൊല്ലിക്കാം, കുഴപ്പമില്ല. ഇപ്പം ചൊല്ലിയാലേ ആളൊക്കെ ശ്രദ്ധ പോവും. അച്യുത വിഭോ. വിഭോ എന്ന് വെച്ചാൽ വിഭുത്വമുള്ളവൻ, സർവശക്തനായിരിക്കുന്ന അച്യുതനായിരിക്കുന്ന ഭഗവാൻ. ഭഗവാനെ സംബന്ധിച്ച് ച്യുതിയുമുണ്ട്, സർവശക്തിയുമുണ്ട്. ഇതൊക്കെ ലക്ഷ്മി ദേവിക്കുള്ള ആകർഷണീയത കൂട്ടാൻ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ആ വാക്കുകളൊക്കെ. അച്യുത വിഭോ ത്വദ്രൂപമാനോജ്ഞക പ്രേമസ്ഥൈര്യം. ത്വദ്രൂപം, അങ്ങയുടെ ആ മനോജ്ഞകം, മനോജ്ഞമായിരിക്കുന്ന മനോഹരമായിരിക്കുന്ന ത്വദ്രൂപത്തിലുള്ള പ്രേമസ്ഥൈര്യം. സ്ഥൈര്യം എന്ന് വെച്ചാൽ സ്ഥിരത, ആ സ്നേഹത്തിന്റെ ആ ഒരു ഉറപ്പ്. അതുകൊണ്ട് അജാബലബലം, അജാബലബലാത്, ആ പ്രേമസ്ഥൈര്യത്തിന്റെ അജാബല ശക്തിയാൽ ചാബല്യവാർത്തോദഭൂത്. ചപല എന്നുള്ളൊരു വാർത്ത, ഒരു പേരുദോഷം ആ ഭഗവതിക്ക് കിട്ടി. ഇത്രയുള്ളതിന്റെ അർത്ഥം. തത്താദൃക്മധുരാത്മകം തവ പപു സംപ്രാപ്യ സമ്പന്മയേ സാ ദേവീ പരമോത്സുക ചിരതരം നാസ്തേ. പരമോത്സുക ചിരതരം നാസ്തേ സ്വഭക്തേഷ്വഭി. ചിരതരം ഏറെക്കാലം. തേനാസ്യാബത കഷ്ടം അച്യുത വിഭോ. അച്യുത വിഭോ ത്വദ്രൂപമാനോജ്ഞക പ്രേമസ്ഥൈര്യ. ഒറ്റ വാക്കായിട്ട് പോവുകയാണ്. ത്വദ്രൂപം, അങ്ങയുടെ ആ രൂപത്ത്, മനോഹരമായ രൂപം. ത്വദ്രൂപമാനോജ്ഞകം, അതിൽ പ്രേമസ്ഥൈര്യം, അതിൽ സ്ഥിരപ്രേമം വന്നു. അത് അചാബലമായി പോയി ആ പ്രേമം. അതുകൊണ്ട് ഇവിടെ ഭക്തന്മാരിൽ ചപല എന്നുള്ള ഒരു വാർത്തോദഭൂത്. ഉദഭൂത് എന്ന് വെച്ചാൽ ഉണ്ടായി. അതാണ് ഇതിന്റെ സാമാന്യമായ അർത്ഥം. ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കുറിച്ച് വെച്ചേരെ, നമുക്ക് അവസാനം പറയാം. ഇനി 5ാമത്തെ ശ്ലോകം. ലക്ഷ്മീതാപകരാമണീയക ഹൃദൈവേയം പരേഷ്വസ്ഥിരേത്യസ്മിന്നന്യതഭിപ്രമാണമധുനാ വക്ഷ്യാമി ലക്ഷ്മീപതേ. യേധോധ്യാന ഗുണാനുകീർത്തനരസാസക്താ ഹി ഭക്താ ജനാ തേഷ്വേഷാ വസതി സ്ഥിരൈവ ദൈതപ്രസ്താവദത്താദരാ. അന്നേരം കവിക്ക് ചപല എന്നുള്ള വാക്കൊന്ന് മാറ്റണം. അതിനുവേണ്ടി എന്ത് ചെയ്താൽ മതി? അതായത് നമ്മളിൽ തന്നെ ആ ലക്ഷ്മി ഭഗവതി സ്ഥിരമായിട്ട് സ്ഥിതി ചെയ്യും. എങ്ങനാണെങ്കിൽ അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ലക്ഷ്മി താവക രാമണീയക ഹൃദ ഏവ ഇയം. അങ്ങനെയാണത് പിരിക്കുന്നത്. ലക്ഷ്മി താവക രാമണീയക ഹൃദ. ഹൃദ ഏവ ഇയം. ഇയൽ ലക്ഷ്മി. ഈ ലക്ഷ്മി എന്ന് എടുക്കും, അതാണ് ഇയം. ഈ ലക്ഷ്മി ഹൃദ ഏവ ഇയം എന്നാണ്. ഹൃദൈവേയം ലക്ഷ്മി താവക രാമണീയക ഹൃദൈവേയം പരേഷു അസ്ഥിരേ. പരേഷു അസ്ഥിരേ ഇതി അസ്മിൻ. അതാണ് ഇതി അസ്മിൻ. പരേഷു അസ്ഥിരേത്യസ്മിൻ അന്യതപി. അന്യത് അപി. കുറച്ച് വാക്കുകൾ ഇങ്ങനെ ചേർത്ത് പറയുകയാണേ, കാരണം അതിന്റെ വേണമല്ലോ സന്ധി. അതാണ് ഇവിടെ. പരേഷു അസ്ഥിരേത്യസ്മിൻ. പരേഷു അസ്ഥിരേ ഇതി അസ്മിൻ. ഇതി അസ്മിൻ ഇത്യസ്മിൻ അന്യത് അപി. അന്യതപി പ്രമാണം അധുനാ വക്ഷ്യാമി ലക്ഷ്മീപതേ. ഞാനൊരു വേറൊരു പ്രമാണം പറയാം. എന്താണ്? ലക്ഷ്മി താവക രാമണീയക ഹൃദ. അങ്ങയിലുള്ള ആ രാമണീയ, നേരത്തെ മനോജ്ഞകം എന്ന് പറഞ്ഞില്ലേ, ഇവിടെ രാമണീയക, രമണീയമായിരിക്കുന്ന ആ രൂപത്തിൽ ഹൃദ എന്ന് വെച്ചാൽ ആകൃഷ്ടയായി, അതിലങ്ങ് ഇല്ലാതായി. കാരണം അതിൽ തന്നെ അങ്ങ് ലയിച്ചു പോയി. അതാണ് ഹൃദ. ഹൃദ എന്ന് പറയുന്ന ലക്ഷ്മി താവക രാമണീയക ഹൃദ ഏവ ഇയം. ഇയൽ ലക്ഷ്മി അങ്ങയുടെ ആ രാമണീയകത്തിൽ തന്നെ ഹൃദ ആയി തീർന്നു. അതാണ് ഏവ എന്ന് വെച്ചാൽ തന്നെ, അത്രയും ആകൃഷ്ടയായി മാറി. അതിന് അതുകൊണ്ട് എന്ത് സംഭവിച്ചു? പരേഷ് അസ്ഥിരേ. നേരത്തെ പറഞ്ഞല്ലോ, മറ്റു ഭക്തന്മാരിൽ, പരന്മാരെന്ന് വെച്ചാൽ അന്യര്,
മറ്റ് ഭക്തന്മാരാണ് ഇവിടെ പരന്മാർ. അതിൽ അസ്ഥിര, സ്ഥിരയല്ല, അതായത് ചപലയാണെന്നുള്ള, അസ്ഥിരം എന്ന് വെച്ചാൽ സ്ഥിരമല്ലാതിരിക്കുന്നതിന് അന്യത വിപ്രമാണമധുന, വേറൊരു പ്രമാണം കൂടെ ഞാൻ പറയാം. അതായത് ലക്ഷ്മി ഭഗവതി സ്വന്തം ഭക്തന്മാരിൽ സ്ഥിരമായിട്ടിരിക്കാത്തതിന് വേറൊരു ദൃഷ്ടാന്തം അല്ലെങ്കിൽ ഒരു പ്രമാണം പറയാം. അതിനൊരു സമർത്ഥിക്കാനുള്ള ഒരു കാര്യം പറയാം. അധുന, ഇപ്പോൾ തന്നെ. അതാണ് ആദ്യത്തെ വരിയുടെ അർത്ഥം. ലക്ഷ്മീതാപകരാമണീയകൃതൈവേയം പരേഷു, പരേഷ് എന്ന് വെച്ചാൽ അന്യരിൽ, അസ്ഥിര, പരേഷ അസ്ഥിരെ, ഇതി അസ്മിൻ, അതിന്, ഇതി അസ്മിൻ എന്ന് വെച്ചാൽ ഇക്കാര്യത്തിന്, ഇതി അസ്മിൻ അന്യതപി, വേറൊരു പ്രമാണം പറയാം. നേരത്തെ പറഞ്ഞല്ലോ, അതായത് ഭഗവാനോടുള്ള ആ പ്രേമസ്ഥൈര്യം കൊണ്ട് ലക്ഷ്മി ഭഗവതിക്ക് ഭക്തന്മാരിൽ ഇരിക്കാൻ കഴിയുന്നതിന് വേറൊരു കാരണം കൂടെ പറയാൻ പോവാണ്. അതാണ് ലക്ഷ്മീതാപകരാമണീയക ഹൃദൈവേയം, ഹൃദയേവ ഇയം, ഹൃദൈവേയം പരേഷു അസ്ഥിരേ ഇതി അസ്മിൻ, ഇതീ അസ്മിൻ അന്യതപി പ്രമാണമധുന, അധുന വെച്ചാൽ ഇപ്പോൾ ഞാൻ വേറൊരു പ്രമാണം വക്ഷ്യാമി, പറയാം. അല്ലയോ ലക്ഷ്മീപതേ, ഭഗവാനെ വിളിക്കുന്ന ആ വാക്കിന്റെ, ലക്ഷ്മിയുടെ പതിയാണ് ഭഗവാൻ. ഇവിടെ ലക്ഷ്മിയുടെ കാര്യം പറയുന്നതുകൊണ്ടാണ് ലക്ഷ്മീപതി, ഭഗവാൻ തന്നെ ലക്ഷ്മിയുടെ പതിയായിരിക്കുന്ന ആളാന്നുള്ള ആ വിശേഷണങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചോളണം. ലക്ഷ്മീതാപകരാമണീയക ഹൃദൈവേയം പരേഷു അസ്ഥിരേത്യസ്മിൻ, ഇതി അസ്മിൻ, അതാണ് ഇത്യസ്മിൻ അന്യതപി പ്രമാണം, വേറൊരു പ്രമാണം കൂടി ഞാൻ പറയാം. വക്ഷ്യാമി എന്ന് വെച്ചാൽ പറയാം. വേറൊരു ഉദാഹരണം ഞാൻ പറയാം. ഏ ത്വധ്യാന ഗുണാനുകീർത്തനരസാസക്താഹി ഭക്താജന. ഇനി ഭഗവാനിൽ സ്ഥിരമായിട്ട് ഭക്തിയുള്ളവർക്ക് എന്ത് സംഭവിക്കുന്നതാണ്? ഏ ജന, ഏതൊരാൾക്കാരാണോ ത്വധ്യാന ഗുണാനുകീർത്തനരസാസക്താഹി ഭക്ത, അങ്ങയുടെ ധ്യാനം, ത്വധ്യാനം വെച്ചാൽ അങ്ങയുടെ ധ്യാനത്തിലും ഗുണവും കീർത്തിക്കുന്നതിൽ താല്പര്യമുള്ള, അങ്ങയുടെ സ്വരൂപം അല്ലെങ്കിൽ അങ്ങയുടെ ആ വപുസ് ഉണ്ടല്ലോ, ആ മനോഹരമായ വപുസ്, അത് നിരന്തരമായി മനസ്സിൽ ധ്യാനിക്കാൻ കഴിയുന്നവരും ആ ഗുണത്തെ അനുകീർത്തനം, അതായത് എപ്പോഴും കീർത്തിക്കാൻ കഴിയുന്നവരും, അതാണ് ഏ ജന എന്ന് പറയാം. അവസാനം ജന ഉണ്ടല്ലോ, ഏ ജന ത്വധ്യാന ഗുണാനുകീർത്തന രസാസക്ത, അതിലുള്ള രസമുണ്ട്. എല്ലാവർക്കും ഈ ധ്യാനിക്കാനും ഭഗവാന്റെ ഗുണങ്ങൾ പ്രകീർത്തിക്കാനും രസമുണ്ടോ? അങ്ങനെയുള്ള ഭക്തന്മാരുടെ കാര്യം പറയാണ്. അങ്ങയുടെ ധ്യാന ഗുണാനുകീർത്തന രസാസക്ത, ആ രസത്തിൽ ആസക്തി വേണം. ആവേശിത മനസ്സെന്നൊക്കെ ഗീത പറയും. അതിലങ്ങ് ലയിക്കണം. ആ ഭഗവാന്റെ ആ ഗുണങ്ങളും ഒക്കെ വർണ്ണിക്കുകയും കീർത്തനം ചെയ്യുകയും ഭഗവത് സ്വരൂപം നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ചു വെക്കണം. അതാണ് ധ്യാനം. നിധ്യാസനമൊക്കെ ചെയ്യുന്നവർക്ക് അതാണ് ഏതോ ധ്യാന ഗുണാനുകീർത്തന രസാസക്താഹി ഭക്താജന തേഷു ഏഷാ വസതി, അതാണ് എന്റെ ഗുണം. അങ്ങനെയുള്ള ഭക്തന്മാരിൽ തേഷു എന്ന് വെച്ചാൽ അവരിൽ, ഈ പറഞ്ഞ ഭക്തന്മാരിൽ ഏഷ ഇവൾ, ഏഷ എന്ന് വെച്ചാൽ ഇവൾ, ഇവിടെ ലക്ഷ്മി ഭഗവതി വസതി സ്ഥിരൈവ, സ്ഥിരമായിട്ട് തന്നെ ഇരിക്കും. അന്നേരം ലക്ഷ്മി ഭഗവതിയെ സ്ഥിരമായിട്ടിരുത്താനുള്ള മാർഗം എന്ത് വേണം? ഭഗവാന്റെ ധ്യാനം. ഭഗവാന്റെ ആ മനോഹരമായ രൂപം തന്നെ തന്നിരിക്കുന്നതിനല്ലേ എപ്പോഴും നമുക്കത് ഓർത്തുകൊണ്ടിരിക്കാം. മനോഹരമായ രൂപം മനസ്സിൽ പ്രതിഷ്ഠിക്കാൻ പ്രയാസമില്ലല്ലോ. അതുമാത്രം പോരാ, അത് കീർത്തനം ചെയ്യുകയും വേണം. ഭഗവാന്റെ ആ ഗുണഗണങ്ങളൊക്കെ ഇങ്ങനെ കീർത്തനം ചെയ്തുകൊണ്ട് ലോക ആരാണോ സ്ഥിര ഇരിക്കുന്നത്, തേഷു ഏഷാ വസതി സ്ഥിര ഏവ, അവരിൽ ഇവൾ സ്ഥിരമായിട്ട് വസിക്കും. അതായത് ഭക്തന്മാരെ വിട്ട് അതിന്റെ കാരണം ഇനി പറയുന്നത് ദൈത പ്രസ്താവദത്താദര, ലക്ഷ്മി ഭഗവതി പതിവ്രതയല്ലേ, അതുകൊണ്ട് ഭഗവാന്റെ ഗുണങ്ങളൊക്കെ ഇങ്ങനെ കീർത്തിക്കുന്നത് ലക്ഷ്മി ഭഗവതിക്ക് കേൾക്കാം. അത് വലിയ ഇഷ്ടമാണ്. അതിൽ ആദരവോടുകൂടി ലക്ഷ്മി ഭഗവതി ആ ഭക്തന്മാരുടെ അടുക്കെ കാണും. കാരണം ഇവർ അതിലൊക്കെയല്ലേ പറയുന്ന ഭഗവാന്റെ രൂപം അവരുടെ ഉള്ളിലുണ്ട്, ഭഗവാന്റെ ഗുണഗണങ്ങളൊക്കെ അവർ വർണ്ണിക്കുന്നുണ്ട്. അതൊക്കെ കേട്ടുകൊണ്ട് ലക്ഷ്മി ഭഗവതി ഈ ഭക്തന്മാരിൽ സ്ഥിരമായി സ്ഥിതി ചെയ്യും. ഭക്തി ഉണ്ടെങ്കിൽ ഐശ്വര്യം ഉണ്ടാകും. സ്ഥിരമായിട്ട് ലക്ഷ്മി ഭഗവതി അവിടെ കാണും. അല്ലേ? ഇതാണ് അതിന്റെ ആ സൂചന. ലക്ഷ്മീതാവകരാമണീയക ഹൃദൈവേയം പരേഷസ്ഥിരേത്യസ്മിൻ അന്യത വിപ്രമാണമധുനാ വക്ഷ്യാമി. അധുന ഇപ്പോൾ ഞാൻ പറയാം വേറൊരു പ്രമാണം. എന്താണത്? ഏ ജന, ഏതൊരു ഭക്തന്മാരാണോ ത്വധ്യാന, അങ്ങയുടെ ധ്യാന ഗുണാനുകീർത്തന, ആ ധ്യാനത്തിലും ഗുണങ്ങളെ കീർത്തിക്കുന്നതിലും രസാസക്ത,
രസത്തിൽ അങ്ങനെ കിട്ടുന്ന ആ രസമുണ്ടല്ലോ, ഭഗവാനെ സ്തുതിക്കുകയും ഭഗവാന്റെ നാമം ഒക്കെ ചൊല്ലുമ്പോൾ ഉണ്ടാകുന്ന ആ രസത്തിൽ ആസക്തരായിരിക്കണം. തേഷേഷാ വസതി, അവരിൽ ഇവൾ വസിക്കും, സ്ഥിരൈവ, സ്ഥിരമായി തന്നെ, ഒരു കുഴപ്പമില്ല. ദൈതം എന്ന് വെച്ചാൽ ഭർത്താവിന്റെ ആ പ്രസ്താവം ഉണ്ടല്ലോ, ആ പ്രസ്താവം എന്ന് വെച്ചാൽ വാക്കുകളാണ്. ആ ഭഗവാന്റെ വാക്കുകൾ ആദരവോടെ ആദരവ് കൊടുത്ത് അത് കേൾക്കാൻ ലക്ഷ്മി ഭഗവതിക്ക് വലിയ സന്തോഷമാണ്. അതുകൊണ്ട് അവരുടെ കൂടെ തന്നെ, ഭക്തന്മാരുടെ കൂടെ ഈ ലക്ഷ്മി ഭഗവതി സ്ഥിതി ചെയ്യും എന്നാണ് ഈ ശ്ലോകത്തിന്റെ താല്പര്യം. പിന്നെ വേറെ നമ്മളൊരു കേൾക്കുന്ന ഒരു മുക്തകം ഉണ്ടല്ലോ, അതായത് ഈ രാജാക്കന്മാരെ സ്തുതിച്ച് കവികളൊക്കെ പണ്ട് എഴുതുമായിരുന്നല്ലോ. അന്നേരം ഒരു രാജാവ് എന്ത് ചെയ്തു, ഭഗവാനെ, ശ്രീകൃഷ്ണനെ തന്റെ മനസ്സിൽ ബന്ധിച്ചു. കാരണം ഭഗവാൻ എന്താണ് ചെയ്തത്, ഗോപസ്ത്രീകളുടെ വസ്ത്രം കവർന്ന തസ്കരൻ അല്ലേ, കള്ളനല്ലേ. പിന്നെ കള്ളനെ പിടിച്ച് ജയിലിലടയ്ക്കുക എന്നുള്ളതല്ലേ രാജാവിന്റെ ധർമ്മം. പക്ഷെ ഇവിടെ ജയില് സ്വന്തം മനസ്സാണ്. അതിന്റെ ഒരു ശ്ലോകമുണ്ട്, മർത്യാകാരേണ ഗോപീവസന നിരകവർന്നോരു ദൈത്യാരിയെ. മർത്യാകാരേണ, അതായത് മനുഷ്യരൂപം എടുത്തിട്ട്, വസനം എന്ന് വെച്ചാൽ വസ്ത്രം, കവർന്നോരു ദൈത്യാരിയെ തൻ ചിത്തേ ബന്ധിച്ച വഞ്ചീശ്വര. ഒരു കവി പാടുകയാണ്, അതിനെ തന്നെ, ആ ഹരിയെ തന്നെ തന്റെ മനസ്സിൽ ബന്ധിച്ച വഞ്ചീശ്വര, തവ നൃപനീതിക്ക് തെറ്റില്ല. അങ്ങ് ചെയ്ത ആ നൃപനീതി ശരി തന്നെയാണ്. കാരണം കള്ളനെ പിടിച്ച് ഇവരെ ഒരു അലങ്കാരികമായ രീതി പറയുകയാണേ. അതായത് ആ കള്ളനെ പിടിച്ച് തന്റെ മനസ്സിൽ കെട്ടിയിട്ടു. പക്ഷെ ഒരു കുഴപ്പം എന്താണ്, മത്യാകാരേണ ഗോപി വസന നിരകവർന്നോരു ദൈത്യാരിയ തൻ ചിത്തേ ബന്ധിച്ച വഞ്ചീശ്വര, തവ നൃപനീതിക്ക് തെറ്റില്ല. പക്ഷേ പൊൽത്താർ മാതാപിതാതൻ കണവന വിടുവാൻ ആശ്രയിക്കുന്നു ദാസീവൃത്യാ നിത്യം. ലക്ഷ്മി ഭഗവതിക്ക് ഭഗവാനെ വേണം, അതിനുവേണ്ടി അവിടെ വന്ന് കാവൽ നിൽക്കുകയാണ്, ദാസിപ്പണി ചെയ്യാണ്. അതായത് ഈ ഭക്തന്മാരുടെ ദാസിപ്പണി പോലും മഹാലക്ഷ്മി ചെയ്യുമെന്നുള്ള ഇതിന് സദൃശമായ ഒരു ശ്ലോകമാണ്. കരിവളിൽ ഉദിക്കൊല്ല കാരുണ്യരാശേ. അങ്ങക്ക് വലിയ രാജാവല്ലേ, ചിലപ്പം കരുണ കാണിച്ച് ലക്ഷ്മി ഭഗവതിക്കുള്ളോടൊരു കരുണ വിട്ടു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ലക്ഷ്മി ഭഗവതി ഭഗവാനെ കൊണ്ടങ്ങ് പോവും, അതോടെ ഐശ്വര്യവും പോയി, എല്ലാം പോവും. അതുകൊണ്ട് ഒരിക്കലും ഭഗവാന്റെ ആ ഭക്തിയും രൂപവും മനസ്സിൽ നിന്ന് കളയരുത് എന്നുള്ള ആ ശ്ലോകത്തിന്റെ ഒരു താല്പര്യമാണ് ഈ ശ്ലോകം. ലക്ഷ്മീതാവകരാമണീയകൃതൈവേയം പരേഷു അസ്ഥിരേത്യസ്മിന്നന്യതഭിപ്രമാണമധുനാ വക്ഷ്യാമി ലക്ഷ്മീപതേ. യേ ത്വധ്യാന ഗുണാനുകീർത്തനരസാസക്താ ഹി ഭക്താ. കുറച്ച് കട്ടിയുള്ള വാക്കുകളൊക്കെ കൂടെ ചേർത്ത് നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയ കുഴപ്പമൊന്നുമില്ല. യേ ജനാ ത്വധ്യാന ഗുണാനുകീർത്തനരസാസക്ത ഹി ഭക്താ തേഷ്വേഷാ വസതി. ഇങ്ങനെയുള്ള ആ ഭക്തന്മാരിൽ, അവര് ഭക്തന്മാരായിരിക്കുകയാണ്, അതുകൊണ്ട് അവരിൽ തേഷ്വേഷ, തേഷു എന്ന് വെച്ചാൽ ആ ഭക്തന്മാരിൽ, തേഷു ആ ഭക്തന്മാരിൽ, യേഷ ഇവൾ, ഈ ലക്ഷ്മി ഭഗവതി വസതി സ്ഥിരായവ, സ്ഥിരമായി തന്നെ വസിക്കും. എന്തുകൊണ്ട്, ദൈതപ്രസ്താവദത്താദര, ആ ഭർത്താവിന്റെ വാക്കുകളിൽ ആദരവ് കൊടുക്കുന്നവളായി, ദത്തം എന്ന് വെച്ചാൽ കൊടുക്കുന്നവളായി, അങ്ങനെ അത് കേൾക്കാൻ വേണ്ടി ലക്ഷ്മി ഭഗവതി ഇരിക്കുമെന്നാണ് ഈ ശ്ലോകത്തിന്റെ താല്പര്യം. ഞാൻ ആ ശ്ലോകം കൂടെ ചൊല്ലാം. ലക്ഷ്മീതാവകരാമണീയകൃതൈവേയം പരേഷ്വസ്ഥിരേത്യസ്മിന്നന്യതഭിപ്രമാണമധുനാ വക്ഷ്യാമി ലക്ഷ്മീപതേ. ഏതോധ്യാന ഗുണാനുകീർത്തനരസാസക്താ ഹി ഭക്താജന തേഷ്വേഷാ വസതി സ്ഥിരൈവ ദൈത പ്രസ്താവദത്താദര. മനോഹരമായ ശ്ലോകമാണ്. പക്ഷെ ഇച്ചിരി അർത്ഥം മനസ്സിലാക്കാൻ കുറച്ച് നമ്മൾ നോന്നേ ഉള്ളൂ. അല്ല, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പിന്നെ ചോദിക്കാം. അടുത്തത് ആറാമത്തത്. ഏവം ഭൂതമനോജ്ഞതാനവസുധാ നിഷ്യന്ത സന്തോഹനം ത്വദ്രൂപം പരചിദ്രസായനമയം ചേതോഹരം ശൃണ്വതാം സദ്യ പ്രേരയതേ മതിം മദയതേ രോമാഞ്ചയത്യംഗകം വ്യാസിഞ്ചത്യപി ശീതബാഷ്പവിസരൈ ആനന്ദമൂർച്ഛോദ്ഭവൈ. ഈ ഭക്തി ഉണ്ടാകുമ്പോൾ ആ ഭക്തന് സംഭവിക്കുന്ന ചില കാര്യങ്ങൾ പറയുകയാണ്. ഇതാണ് ഏവം ഭൂതമനോജ്ഞതാനവസുധാ നിഷ്യന്ത സന്തോഹനം. ഒറ്റ വാക്കായിട്ട് പറയുകയാണ്, ഏവം ഭൂത മനോജ്ഞതാ നവസുധാ നിഷ്യന്ത സന്തോഹനം.
ഭഗവത് രൂപം എങ്ങനെയുള്ളതാണെന്ന് പറയാണ്. ഏവം ഭൂത മനോജ്ഞതാ നവസുത നിഷ്യന്ത സന്തോഹനം ത്വദ്രൂപം പരചിത് രസായനമയം ചേതോഹരം ശൃണ്വതാം സദ്യ പ്രേരയതേ മതിം മദയതേ രോമാഞ്ചയതി അംഗകം രോമാഞ്ചയതി സദ്യ പ്രേരയതേ മതിം മദയതേ രോമാഞ്ചയത്യംഗകം വ്യാസിഞ്ചതി അപി ശീതബാഷ്പവിസരൈ ആനന്ദമൂർച്ഛോദ്ഭവൈ. ഏവം ഭൂത എന്നുവെച്ചാൽ ഇങ്ങനെയൊക്കെ ഭൂതമായിരിക്കുന്ന അതായത് സംഭവിച്ചിരിക്കുന്ന നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ആ ഭഗവാന്റെ ആ തിരുശരീരം പറയുകയാണേ. ഏവം ഭൂത എങ്ങനെയാണ്? മനോജ്ഞതാ നവസുധാ നിഷ്യന്ത സന്തോഹനം. മനോഹാരിതയാണല്ലോ ഭഗവാന്റെ ആ സ്വരൂപം. മനോജ്ഞത ആ മനോഹാരിതയാകുന്ന നവസുധ, ഒരു പുതിയ അമൃതം, അതായത് പുത്തൻ അമൃത്. ഇതിനൊരു പ്രത്യേക മാധുര്യം ഉണ്ടല്ലോ, അത് തന്നെ നമുക്കറിഞ്ഞുകൂടാ, എന്നാലും അത് വളരെ കേമമായ ഒരു സാധനമാണല്ലോ. ഇത് പുത്തൻ അമൃതം, നിഷ്യന്ത സന്തോഹൻ, അതിന്റെ പ്രവാഹം. ഒരു തുള്ളി അമൃത് പോലും കിട്ടാൻ നമുക്ക് പ്രയാസം. ഇവിടെ നിഷ്യന്തം എന്ന് വെച്ചാൽ പ്രവാഹം. അതുപോലെ സന്തോഹനം, ദോഹനം ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ കറന്നെടുക്കാവുന്നതാണ്. ഭഗവാന്റെ ആ സ്വരൂപത്തിൽ നിന്ന് ഈ പുത്തൻ അമൃതിന്റെ പ്രവാഹം ഇങ്ങനെ കറന്ന് വരുമെന്ന് പറയുകയാണ്. അതാണ് ആ സന്തോഹനം എന്നുള്ള വാക്ക്. അതാണ് ഏവം ഭൂത, ഇപ്രകാരമൊക്കെ ആയിട്ടുള്ള മനോജ്ഞതാ നവസുധാ നിഷ്യന്ത സന്തോഹനം. മനോജ്ഞതയാണ് ഭഗവാന്റെ ആ പ്രധാന ഒരു ആകർഷകത്വം. അതിങ്ങനെ ഊർന്നു വരികയാണ്. നിഷ്യന്തം, അത് നവസുധയായിട്ട് പറയുകയാണ്. ഒരു പുത്തൻ അമൃതം. നവസുധാ നിഷ്യന്തം, നിഷ്യന്തം വെച്ചാൽ പ്രവാഹം. സന്തോഹനം, ദോഹനം ചെയ്യാന്ന് വെച്ചാൽ പശുവിനെ കറക്കുന്നതാണ്. അതുപോലെ ആ ഭഗവത് രൂപത്തിൽ നിന്ന് ഈ മനോജ്ഞതയാണ് ഇങ്ങനെ ഊർന്നു വരുന്നത്. ത്വദ്രൂപം പരചിത്രസായനമയം. ഇങ്ങനൊക്കെ ആണെങ്കിലും അത് പരചിത്താണ്. പരവചനം വെച്ചാൽ ബ്രഹ്മാനന്ദം, രസം. ആ രസായനമാണ്, ബ്രഹ്മാനന്ദ സ്വരൂപമാണെന്ന് പറയാണ് ആ ഭഗവത് സ്വരൂപം. നേരത്തെ പറഞ്ഞാണെങ്കിൽ സച്ചിദാനന്ദം എന്നൊക്കെ പറയുന്നതാണെങ്കിൽ ഇവിടെ മാറ്റി വാക്കുകൾ പറയുന്നതേ ഉള്ളൂ. പരചിത് രസായനം, ചിത്ത് രസം ആനന്ദം, ചിത്ത് ബോധം, സച്ചിദാനന്ദം എന്നുള്ള ആ പരചിത് രസായനം. അതിന് അങ്ങേയറ്റത്ത് പോകുന്നതുകൊണ്ടാണ് ഈ പരബ്രഹ്മ രസം എന്ന് പറയുന്നത്. പരചിത് രസായനമയം ചേതോഹരം. അത് മനസ്സിനെ, ചേതസ് എന്നൊക്കെ മനസ്സിനെ ഹരിക്കുന്നതാണല്ലോ ഭഗവാന്റെ ഈ സ്വരൂപം. ശൃണ്വതാം സദ്യ പ്രേരയതേ മതിം. ശൃണ്വതാം, ഇതിനെപ്പറ്റി കേൾക്കുക. അവിടെ ശൃണ്വതാന്ന് വെച്ചാൽ കേൾക്കുക എന്നല്ല, ശ്രവണം മനനം നിധിധ്യാസനം എടുത്തോളണം. ഭഗവാന്റെ ആ ആദ്യം ഇതിനെപ്പറ്റി കേൾക്കണം. ഭഗവത് സ്വരൂപം ഇപ്പം വർണ്ണിച്ച് കേട്ടില്ലേ, ഇതിനെപ്പറ്റി നമ്മൾ മനനം ചെയ്യണം. അതുപോലെ തന്നെ ആ നിധിധ്യാസനം, ആ രൂപം നമ്മുടെ ആവർത്തിച്ച് ഉറപ്പിക്കാൻ ശ്രമിക്കണം. അങ്ങനെയുള്ളവർക്ക് ശൃണ്വതാന്നുള്ള ഒറ്റ വാക്ക് പറഞ്ഞെങ്കിലും കേട്ടാൽ മാത്രം പോരാ, കേൾക്കുമ്പോൾ തന്നെ വീണ്ടും മനനം ചെയ്ത് നിധിധ്യാസനം ചെയ്യണം. അതാണ് ശൃണ്വതാം, കേൾക്കുക എന്നുള്ളത് ഇവിടെ പറയുന്നുള്ളൂ. ശൃണ്വതാം, കേൾക്കുന്നവർക്ക് സദ്യ പ്രേരയതേ മതിം, അവരുടെ മനസ്സങ്ങോട്ട് പ്രേരിപ്പിക്കും, ഭഗവാനിലോട്ട് പോകണം. ഒരിക്കൽ പോയി കഴിഞ്ഞാൽ പിന്നെയും പോണം എന്ന് നമുക്ക് തോന്നും. അതാണ് ആ മനസ്സിനെ പ്രേരിപ്പിക്കുന്നതാണ് ഭഗവാനിലേക്ക്. അതാണ് സദ്യ എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ആ രൂപം ഒന്ന് കണ്ട് അവിടത്തെ ആ കഥകളൊക്കെ ആരെങ്കിലും പറയുന്നതും അല്ലെങ്കിൽ കേട്ടും ഒക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ പ്രേരയതേ മതിം, ആ സ്വരൂപം പ്രേരിപ്പിക്കും മനസ്സിനെ. അതാണ് സദ്യ. പ്രേരയതേ മതിം മദയതേ, നമ്മളെ മതിപ്പിക്കും, അതായത് ആനന്ദവിവശമാക്കും എന്നാ പറയുന്നത്. മതം എന്ന് പറഞ്ഞാൽ അതിലവിടെ കൂടുതൽ ആനന്ദമുണ്ടാക്കുന്നതാണ്. മദയതേ രോമാഞ്ചയതീ അംഗകം, ഭക്തന്മാരുടെ ശരീരത്തിൽ രോമാഞ്ചം ഉണ്ടാക്കും. ചില ഭക്തന്മാരൊക്കെ ആ രോമാഞ്ചം ഒക്കെ അണിഞ്ഞൊക്കെ അവിടെ നിൽക്കും ഭഗവത് സ്വരൂപം കാണുമ്പോൾ. അതൊക്കെ ഭക്തിയുടെ ഒരു പരമമായ അവസ്ഥയാണ് ഈ പറയുന്നത്. രോമാഞ്ചയത്യംഗകം, അംഗകം രോമാഞ്ചയതി, ശരീരത്തെ രോമാഞ്ചമണിയിക്കും. പിന്നെന്താണ്? വ്യാസിഞ്ചത്യഭി ശീതബാഷ്പവിസരൈർ ആനന്ദമൂർച്ഛോദ്ഭവൈ. ഒരു ആനന്ദമൂർച്ഛ, ആ മൂർച്ചയൊക്കെ ആ പരമകഷ്ടയാണേ. ആനന്ദമൂർച്ഛ ഉണ്ടാകുന്നത് കൊണ്ട് ശീതബാഷ്പ വിസരം,
ഇവരുടെ കണ്ണിൽ നിന്നൊക്കെ ഇങ്ങനെ കുളിർമയുള്ള ആ വെള്ളം നയില് വരും. അതാണ് ശീതബാഷ്പം. ശീതബാഷ്പം, ഒരു കുളിർമ ഭഗവത് ഭക്തിയിൽ അലിഞ്ഞ് ആ കണ്ണിൽ നിന്നൊക്കെ ബാഷ്പമൊക്കെ ഇറ്റ് വീഴുന്നു. എന്തുകൊണ്ട്? ആനന്ദമാണ് അവർക്കുണ്ടാകുന്നത്. ആദ്യത്തെ വാക്ക് എടുത്തോണം. ആനന്ദ മൂർച്ഛോദ്ഭവൈർ ശീതബാഷ്പ വിസരൈർ വ്യാസിഞ്ചതപി. ഇവരാറാടും. അതിൽ പറയാണ് ഒരു ഭക്തന്റെ ആ ഭഗവത് സ്വരൂപം കണ്ട് അതിന് ശ്രവണ മനന നിത്യാസനങ്ങളിൽ കൂടി നമ്മൾ നമ്മുടെ മനസ്സിൽ പ്രതിഷ്ഠിക്കുമ്പോൾ ആ ഭക്തൻ ഉണ്ടാകുന്നതാണ് വ്യാസിഞ്ചത്യപി. വ്യാസിഞ്ചതീയപി എന്ന് വെച്ചാൽ ആറാടുന്നു, മൊത്തം നനയുന്നു. ഏതുകൊണ്ട്? ശീതബാഷ്പ വിസരം. ശീതവിസരം എന്ന് വെച്ചാൽ പ്രവാഹം, വിസരം അല്ലെങ്കിൽ കൂട്ടം. ആ ശീതബാഷ്പത്തിന്റെ ആ പ്രവാഹത്തിൽ അതെന്തുകൊണ്ടുണ്ടാകുന്നത്? അനന്തമൂർച്ചയിൽ നിന്നുണ്ടാകുന്ന ഉദ്ഭവൈ. മൂർച്ഛോദ്ഭവൈ. അനന്തമൂർച്ചയിൽ നിന്ന് ഉദ്ഭവിക്കുന്ന ആ ശീതബാഷ്പ വിസരം. ആ ശീതബാഷ്പം, കുളിർമയുള്ള ആ കണ്ണീരിന്റെ ആ ഒരു കൂട്ടം, അല്ലെങ്കിൽ വിസരം കൂട്ടമാണെങ്കിൽ എന്റെ പ്രവാഹത്തിൽ വ്യാസിഞ്ചതീ അപി. ശരീരം മൊത്തം അത് കുളിക്കുന്ന കണക്കാവും. വ്യാസിഞ്ച, നനയ്ക്കും എന്നാണ് വ്യാസിഞ്ചത്യതി. ശരീരം മൊത്തം നനയും ഒരു ഭക്തന്റെ ആ ഒരു ആനന്ദ മൂർച്ചയിൽ. ഇതാണ് ഇവിടെ വർണ്ണിക്കുന്നത് ആ ഭക്തന്റെ ഭാവം. ഏവം ഭൂതമനോജ്ഞതാനവസുധാ നിഷ്യന്ത സന്തോഹനം. അത് ഭഗവത് രൂപത്തിന്റെ കാര്യം പറയാണ്. ആ പ്രവാഹം, മനോജ്ഞത നിറഞ്ഞു കവിയുന്ന ആ അമൃതം, അതിന്റെ നിഷ്യന്തം, ഒഴുക്ക് ഊർന്നു വരുന്ന സന്തോഹനം, അതിൽ നിന്ന് ഉദ്ഭവിച്ചു വരുന്ന, കടന്നു വരുന്നത് ത്വദ്രൂപം. അങ്ങനെയുള്ള ത്വദ്രൂപം പരചിദ്രസായനമയം. വീണ്ടും പറയാണ്, അത് ബ്രഹ്മരസം തന്നെ ആണല്ലോ. അതുകൊണ്ടാണ് ഇത്രയൊക്കെ വരുന്നതേ. പരചിദ്രസായനമയം ചേതോഹരം. ആരുടെയും മനസ്സിനെ ഹരിക്കും. ചേതോഹരം. അങ്ങനെ ആവുമ്പോൾ ശൃണ്വതാം, കേൾക്കുന്നവർക്ക് സദ്യ പ്രേരയതേ മതിം. ഇവരുടെ മനസ്സ് അതിലേക്ക് പ്രേരിപ്പിക്കും. വേറെ എന്തിലോട്ടും പോകത്തില്ല. നമ്മുടെ മനസ്സ് വേറെ അവിടെ ഗുരുവായൂർ പോകുമ്പോഴും അവിടെ കാണുന്ന കടകളിലൊക്കെയാണ് നമ്മുടെ മനസ്സ് പോണത്. അതിലോട്ടൊക്കെ പോകാതെ നമ്മളെ ഈ ഭഗവത് സ്വരൂപത്തിലേക്ക് പ്രേരിപ്പിക്കും എന്നാ പറയുന്നത്. സദ്യ പ്രേരയതേ മതിം. മതയതേ, ആനന്ദിപ്പിക്കും, മതിപ്പിക്കും. പിന്നെന്താണ്? രോമാഞ്ചയതീ അങ്കകം. അങ്കകം രോമാഞ്ചയതി. ശരീരം രോമാഞ്ചത്തിൽ ആവും. എന്നുവെച്ചാൽ അത്ര ആനന്ദത്തിന്റെ ഒരു ഉളകം ഉണ്ടാകുന്ന കാര്യം പറയാണ്. വ്യാസിഞ്ചത്യപി. വ്യാസിഞ്ചതീയപി, ആറാടുകയും ചെയ്യാം. ഇതാണ് ശീതബാഷ്പ വിസരൈ. ആ കുളിർമയുള്ള ആ കണ്ണുനീർ കൊണ്ട്. പിന്നെ അതെന്തുകൊണ്ടുണ്ടാകുന്ന വെച്ചാൽ ആനന്ദമൂർച്ഛോദ്ഭവൈ. ആ ആനന്ദത്തിന്റെ പരമകാഷ്ഠയിൽ നിന്നുണ്ടാകുന്ന വികാരങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ. ഞാനൊന്നുകൂടെ ചൊല്ലാം. ഏവം ഭൂതമനോജ്ഞതാ നവസുധാ നിഷ്യന്ത സന്തോഹനം ത്വദ്രൂപം പരചിദ്രസായനമയം ചേതോഹരം ശൃണ്വതാം സദ്യ പ്രേരയതേ. സദ്യ എന്ന് വെച്ചാൽ പെട്ടെന്ന്, ഒട്ടനെ തന്നെ, താമസമൊന്നും വേണ്ട. സദ്യ പ്രേരയതേ മതിം മദയതേ രോമാഞ്ചയത്യംഗകം വ്യാസിഞ്ചത്യവി ശീതബാഷ്പവിസരൈ ആനന്ദമൂർച്ഛോദ്ഭവൈ. ഇതാണ് ഈ ശ്ലോകത്തിന്റെ താല്പര്യം. 6-ാം ശ്ലോകത്തിന്റെ 7. ഏവം ഭൂതതയാ ഹി ഭക്ത്യഭിഹിതോ യോഗസ്സ യോഗദ്വയാത് കർമ്മജ്ഞാനമയാത് ദൃശോത്തമതരോ യോഗീശ്വരൈർഗീയതേ സൗന്ദര്യൈകരസാത്മകേ ത്വയി ഖലു പ്രേമപ്രകർഷാത്മികാ ഭക്തിർ നിശ്രമമേവ വിശ്വപുരുഷൈർലഭ്യ രമാവല്ലഭ. ഏവം ഭൂതതയാഹി ഭക്തി അഭിഹിത യോഗസ്സ യോഗദ്വയാത്. ഭക്തി അഭിഹിതോ യോഗസ്സ യോഗദ്വയാത് കർമ്മജ്ഞാനമയാത് പുരുഷോത്തമതരോ യോഗീശ്വരൈർ ഗീയതേ സൗന്ദര്യൈകരസാത്മകേ ത്വയി ഖലു പ്രേമപ്രകർഷാത്മികാ ഭക്തിർ നിശ്രമമേവ വിശ്വപുരുഷൈർലഭ്യ രമാവല്ലഭ. ഈ ഭക്തി എല്ലാവർക്കും ഉണ്ടാക്കാം, ഒരു പ്രയാസവും ഇല്ലെന്ന് പറയാണ്. ഈ ഭഗവാനിലുള്ള ആ ഭക്തി ഉണ്ടാകുമ്പോഴുള്ള മാറ്റങ്ങളെല്ലാം നമ്മൾ കണ്ടല്ലോ. ഒരു ഭക്തൻ എങ്ങനെയൊക്കെയാണ് ആയി തീരുന്നതെന്ന്. ആ ഭക്തി ഉണ്ടാകാനുള്ള മാർഗം പറയുകയാണ്. അത് വളരെ എളുപ്പമാണ്.
അതാണ് ഇവിടെ പറയുന്നത്. ഏവം ഭൂതതയാ, ഇങ്ങനെയൊക്കെ ആയിരിക്കുന്നത് കൊണ്ട്, അതായത് ഒരു ഭക്തൻ ഈ രീതിയിലൊക്കെ രോമാഞ്ചമൊക്കെ അണിഞ്ഞ് ആനന്ദമൂർച്ചയൊക്കെ അനുഭവിച്ച് കണ്ണിൽ കൂടിയൊക്കെ ബാഷ്പമൊക്കെ ഒഴുകിയിരിക്കുന്നത് കൊണ്ട് ഏവം ഭൂതതയാഹി ഭക്ത്യഭിഹിതോ യോഗസ്സ, സഭക്തി യോഗം. ആ ഭക്തിയോഗം ഉണ്ടല്ലോ, സഭക്തി യോഗം, അതെങ്ങനെയുള്ളത്? അഭിഹിതം എന്ന് വെച്ചാൽ പറയപ്പെട്ടെന്നാണ്. ഭക്തി എന്ന് പറയപ്പെടുന്ന, ഭക്തിയോഗം എന്ന് പറയപ്പെടുന്ന അതാണ് ഭക്തി അഭിഹിതോ യോഗ. പലതരം യോഗങ്ങൾ പറയുന്നുണ്ടല്ലോ, ഭഗവത്ഗീതയിലൊക്കെ ഉണ്ടല്ലോ, ഭക്തിയോഗം, കർമ്മയോഗം, ജ്ഞാനയോഗം, ധ്യാനയോഗം ഒക്കെ പറയും. അതിലേക്ക് ഏറ്റവും വിശിഷ്ടം ഭക്തിയോഗം തന്നെയാണ്, എളുപ്പം സാധിക്കാൻ. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഏവം ഭൂതതയാഹി, ഇങ്ങനെയൊക്കെ ഭക്തി കൊണ്ട് നടക്കുന്നത് കൊണ്ട്, അതുകൊണ്ട് സാധിക്കുന്നത് കൊണ്ട്, സംഭവിക്കുന്നത് കൊണ്ട്, ഏവം ഭൂതതയാഹി ഭക്ത്യഭിഹിതോ യോഗ, ഭക്തി എന്ന് പേരെടുത്ത യോഗ, അതായത് ഭക്തിയോഗം. ഭക്ത്യഭിഹിതോ യോഗ സ, ആ ഭക്തിയോഗം, സ ഭക്തിയോഗം എന്ന് എടുക്കണ്ട, സ യോഗദ്വയാത്. പിന്നെ പ്രധാനമായിട്ടുള്ള 2 യോഗം ഏതൊക്കെയാണ്? കർമ്മയോഗം, ജ്ഞാനയോഗം. അതാണ് 3 യോഗങ്ങൾ ഇവിടെ പറയുന്നുള്ളൂ. ഈ 3 യോഗത്തിൽ ആ യോഗദ്വയാത് മറ്റ് 2 യോഗങ്ങളുണ്ടല്ലോ, ഏതൊക്കെയാണ്? കർമ്മജ്ഞാനമയാത്, കർമ്മ യോഗമുണ്ട്, ജ്ഞാനയോഗമുണ്ട്. നമ്മൾ ഭഗവത്ഗീതയിലൊക്കെ വിശദമായിട്ട് പഠിക്കുമല്ലോ, സാഖ്യവും ഒക്കെ പഠിക്കുന്നുണ്ടല്ലോ. അതുപോലുള്ള ആ 2 യോഗങ്ങളെക്കായും ഇത് വിശിഷ്ടമാണെന്ന് പറയുകയാണ് ഭക്തിയോഗം. അതാണ് ഏവം ഭൂതതയാഹി ഭക്ത്യഭിഹിതോ യോഗ സ, യോഗസ യോഗദ്വയാത്, മറ്റു 2 യോഗങ്ങളിൽ വെച്ച് ഏതൊക്കെയാണത്? കർമ്മജ്ഞാനമയാത്, അതാണ് 2 ദ്വയാത് യോഗങ്ങൾ. ഏതാ പറയുന്നത്? കർമ്മം, ജ്ഞാനം. ആ കർമ്മയോഗവും ജ്ഞാനമയം, 2 രീതിയിലുള്ള യോഗങ്ങൾ നമ്മൾക്ക് ഈ വേദാന്ത ശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. അത് പുരുഷോത്തമതരോ, ഏതാണ് പുരുഷോത്തമതരോ? ഈ ഭക്തി അഭിഹിതോ യോഗ. ഈ ഭക്തി എന്നു പേരുള്ള ആ യോഗമാണ് കർമ്മയോഗത്തെക്കായും ജ്ഞാനയോഗത്തെക്കായും പുരുഷോത്തമതരോ, പുരുഷം എന്ന് വെച്ചാൽ തന്നെ വർദ്ധിച്ചെന്ന, കൂടുതലെന്ന, അതിനേക്കായി ഉത്തമമായിട്ടിരിക്കുന്ന വെച്ചാൽ ഏറ്റവും ശ്രേഷ്ഠം. അതാണ് പുരുഷോത്തമതരോ, ഏറ്റവും ശ്രേഷ്ഠമാണെന്ന് ആര് പറയുന്നു? യോഗീശ്വരൈർഗീയതേ, അതിന് പറയല്ല, ഇത് യോഗീശ്വരന്മാര് പറയാണ്. വ്യാസൻ, നാരദൻ മുതലായിട്ടുള്ള യോഗീശ്വരന്മാർ അങ്ങനെയാണ് പറയുന്നത്. അതായത് നിങ്ങൾ ഈ കർമ്മയോഗം അനുഷ്ഠിക്കുന്നതിനും മറ്റേ ജ്ഞാനയോഗം അനുഷ്ഠിക്കുന്നതിനേക്കായും ഇതാണ് ഉത്തമം, ഭക്തിയോഗം. അതാണ് ആദ്യത്തെ 2 വരി. ഏവം ഭൂതതയാഹി, ഏവം ഭൂതതയാഹി, ഇങ്ങനെയൊക്കെയെല്ലാം ഇരിക്കുന്നത് കൊണ്ട് ഭക്ത്യഭിഹിതോ യോഗസ യോഗദ്വയാത് കർമ്മജ്ഞാനമയാത് പുരുഷോത്തമതരോ, ഈ 2 കർമ്മയോഗം, ജ്ഞാനയോഗം എന്നിവയെക്കാളും പുരുഷോത്തമം, വളരെ മുന്നിലാണ് ഈ ഭക്തിയോഗം. അതാര് പറയും? യോഗീശ്വരൈർഗീയതേ, യോഗീശ്വരന്മാര് പാടി പുകഴ്ത്തുന്നു ഗീയതേ, ഈ ഇങ്ങനാണെന്ന്. അതായത് അവരുടെ ഗ്രന്ഥങ്ങളിലൊക്കെ ഇതുണ്ട്. വ്യാസനും നാരദ മഹർഷിയൊക്കെ ഇത് പറയാറുണ്ട്. അതായത് ഭക്തിയോ, നാരദൻ ഭക്തിയാണല്ലോ, ഭക്തി സൂത്രം തന്നെ എഴുതിയ ആളല്ലേ. അവരെല്ലാം ഭക്തിയോഗത്തിന്റെ മഹത്വമാണ് പറയുന്നത്. അതിന്റെ കാരണമാണ് എന്താണെന്ന് പറയുകയാണ്. എന്തുകൊണ്ട് ഭക്തിയോഗം മറ്റ് യോഗങ്ങളിലേക്കായി ഉത്തമം? എന്താണ്? സൗന്ദര്യൈകരസാത്മകേ ത്വയികലു പ്രേമ പ്രകർഷാത്മികാ ഭക്തിർ നിശ്രമമേവ. അതാണ്. മറ്റ് യോഗങ്ങളൊക്കെ ഇച്ചിരി കെട്ടിയ, അതായത് കർമ്മയോഗം അനുഷ്ഠിക്കുന്നതിന്റെ കാര്യമൊക്കെ ഇനി അടുത്ത ശ്ലോകത്തിൽ പറയും. കർമ്മയോഗം അനുഷ്ഠിക്കുന്നതൊക്കെ നല്ലത് തന്നെ, പക്ഷെ അതൊക്കെ ഇച്ചിരി പ്രയാസം. അതിനേക്കായുമാണ് ജ്ഞാനയോഗം. സാഖ്യയോഗം എല്ലാവർക്കും ഒന്നും പറ്റില്ല, അതിന് കുറെയൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട്. അതിനേക്കായി ഒക്കെ ഇത് നിശ്രമം, യാതൊരു പ്രയാസവുമില്ലാതെ. എന്താണ് വേണ്ടത്? നേരെ പോയി ഭഗവത് സ്വരൂപം കണ്ട് അതിനെ ധ്യാനിക്കുക, അതിനെ മനസ്സിൽ ഉറപ്പിക്കുക, ആ രൂപത്തിൽ നമ്മൾ ലയിക്കുക. അതിനുള്ള കാരണം എന്താണ്? സൗന്ദര്യൈകരസാത്മകൻ ആണ് ഭഗവാൻ. സൗന്ദര്യൈകരസം, വേറെ ഒന്നുമില്ല ഭഗവാനിൽ. ആ സൗന്ദര്യം എന്നുള്ള ഏകരസം ആത്മാവായിട്ടിരിക്കുന്നവൻ, സ്വരൂപമായിരിക്കുന്നവനാണ് ഭഗവാൻ. സൗന്ദര്യം ആർക്കാണ് ഇഷ്ടപ്പെടാത്തത്? സൗന്ദര്യത്തിൽ എല്ലാവരും വീണുപോകുമല്ലോ, ലൗകികമായിട്ടായാലും അല്ലാത്തതിലായാലും. അതുകൊണ്ടാണ് ഭഗവാന്റെ ആ രൂപം സൗന്ദര്യോത്തരതോപി സുന്ദരതരമാക്കി അവിടെ വെച്ചിരിക്കുന്നത്. ആ സൗന്ദര്യം കണ്ട് എല്ലാവരും മയങ്ങിപ്പോവും. അതാണ് സൗന്ദര്യൈകരസാത്മകേ. ഇവിടെ സൗന്ദര്യം മാത്രം ഏകരസമായിരിക്കുന്ന ഭഗവാൻ. മറ്റുള്ളത് വേറെ രസങ്ങളും ഒക്കെ വരും അല്ലേ. ഒരാളെ കണ്ടു കഴിഞ്ഞാൽ സൗന്ദര്യം മാത്രമാണോ രസം? പല രസങ്ങളും വരും. ഇവിടെ സൗന്ദര്യം മാത്രം ഏകരസം ആയി ഭവിച്ചിരിക്കുന്ന ഭഗവാൻ. സൗന്ദര്യേകരസാത്മകേ ത്വയി ഖലു, ത്വയി അങ്ങയിൽ, ഖലു അല്ലോ, എന്താണ്? പ്രേമപ്രകർഷാത്മികാ ഭക്തി. അതെ, ഈ ഭക്തി എന്താണ്? ഭഗവാനിലുള്ള പ്രേമമാണ് അല്ലെ നാരദൻ പറയുന്നത്. സാത്വസ്മിൻ
ആ പരമപ്രേമ രൂപ. അതാണ് നാരദന്റെ ഭക്തിസൂത്രം. ഭഗവാനിലുള്ള ഒരു സൂത്രം, അങ്ങനെ ഒരുപാട് സൂത്രങ്ങളുണ്ട്. അതിൽ സാത്വസ്മിൻ പരമപ്രേമ രൂപ, ഭഗവാനിലുള്ള അസ്മിൻ, ഭഗവാനിലുള്ള പരമപ്രേമം തന്നെയാണ് ഭക്തി. അത് നമുക്ക് കിട്ടാൻ പ്രേമം ഉണ്ടാകാൻ സൗന്ദര്യം മതിയല്ലോ. ആ സൗന്ദര്യത്തിൽ നമുക്ക് പ്രേമം വരുമ്പോൾ അത് ഭക്തിയായി മാറി. അതാണ് എന്റെ എളുപ്പം. സൗന്ദര്യൈക രസാത്മകേ തൊയി, എന്ന് വെച്ചാൽ അങ്ങയിൽ പ്രേമ പ്രഹർഷം അല്ല, പ്രകർഷം എന്ന് വെച്ചാൽ വർദ്ധിച്ച, പ്രകർഷേണ കൂടുതൽ എന്നുള്ള അർത്ഥത്തിൽ ആ കൂടുതലായിട്ടുള്ള പ്രേമം, ആ സ്വരൂപമാണ് ഭക്തി. അതാണ് പരമപ്രേമം. അതാണ് പ്രേമ പ്രകർഷം. ആ പ്രേമം സ്വരൂപം, ആത്മീകം എന്ന് വെച്ചാൽ സ്വരൂപമായിരിക്കുന്നതാണല്ലോ ഭക്തി. അത് നിശ്രമമേവ. അത് വല്ല പ്രയാസമുണ്ടോ? മറ്റേനെന്തെല്ലാം സ്വാധ്യായം നടത്തണം, ഉപനിഷത്ത് പഠിക്കണം, അതുപോലെയൊക്കെയുള്ള കാര്യങ്ങളല്ലേ ജ്ഞാനയോഗത്തിൽ പറയുന്നത്. ഭഗവത്ഗീത പഠിക്കണം, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ മെനക്കെട്ട് പഠിക്കണ്ടേ? അതിന് പഠിക്കാനുള്ള ഏകാഗ്രത വേണം, മനഃശുദ്ധി വേണം. കർമ്മയോഗം അതുപോലെ തന്നെയാണ്. അത് അനുഷ്ഠിക്കാൻ വളരെ പ്രയാസമാണ്. അത് അടുത്ത ശ്ലോകത്തിൽ വരും. അതുകൊണ്ടാണ് ഇവിടെ നിശ്രമമേവ വിശ്വപുരുഷൈർ. വിശ്വപുരുഷൻ എന്ന് വെച്ചാൽ സാധാരണ ആൾക്കാർ, വലിയ ജ്ഞാനികളായിട്ടുള്ളവർക്ക് ആണല്ലോ പലതരത്തിൽ യോഗങ്ങൾ പറയുന്നല്ലോ. ഭഗവത്ഗീത തന്നെ ഭഗവാൻ പറയുമല്ലോ, ലോകേസ്മിൻ ദ്വിവിധാ നിഷ്ഠ എന്ന് പറയും. പുരാപ്രോക്ത മയാനഘ. അങ്ങനെ പണ്ടേ രണ്ട് നിഷ്ഠകളുണ്ടെന്ന് പറയും. ഒന്ന് സാഖ്യയോഗം, ഒന്ന് കർമ്മയോഗം. അതുപോലുള്ള നിഷ്ഠയുള്ളവർക്ക് വ്യത്യസ്ത രീതികൾ പറ്റും. പക്ഷെ ഇവിടെ വിശ്വപുരുഷൈർ, ആർക്കും സാധാരണ ആൾക്കാർക്ക് നിശ്രമം, ഒരു പ്രയാസവും കൂടാതെ ലഭിക്കുന്നു. ആര്? രമാവല്ലഭ. രമ എന്ന് പറയുന്ന ഐശ്വര്യം സൗന്ദര്യമാണല്ലോ. അതിന്റെ വല്ലഭനായിരിക്കുന്ന അങ്ങ്. ആ ഓരോ സംബോധന അതാണ്. ആ രൂപത്തിലുള്ള അങ്ങിന് ഭക്തി ഉണ്ടാകാൻ വളരെ എളുപ്പമാണ് വിശ്വപുരുഷന്മാർക്ക്, സാധാരണ ആൾക്കാർക്ക്. അതാണ് എന്റെ ഭക്തി. അതുകൊണ്ട് മറ്റു നേട്ടങ്ങളെല്ലാം കിട്ടും. ഭക്തി കൊണ്ട് ഈ പറഞ്ഞ എല്ലാം ഉണ്ടല്ലോ. അവൻ ആനന്ദ മൂർച്ച ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ പിന്നെ അതിനപ്പുറത്തില്ല. ആ ബ്രഹ്മരസായനം അവന് അനുഭവിക്കാൻ കഴിയുന്നു. ഈ ഭക്തിയുടെ ആ ഒരു ഏകാഗ്രത കൊണ്ടായ അതിന്റെ ഒരു തീവ്രത കൊണ്ട് ആ തീവ്ര ഭക്തനായി മാറാൻ വളരെ എളുപ്പമാണ്. കാരണം അത്രയും സൗന്ദര്യമായ ഒരു വസ്തുവാണ് അവിടെ ഇരിക്കുന്നത്. സൗന്ദര്യ വസ്തുക്കളിൽ ആർക്കും പ്രേമം ഉണ്ടാകും, അല്ലെ? എ തിങ് ഓഫ് ബ്യൂട്ടി ഈസ് എ ജോയ് ഫോർ എവർ എന്നൊക്കെ ഇംഗ്ലീഷ് പറയാറല്ലോ. സൗന്ദര്യമാണ് ഏറ്റവും സന്തോഷം കൊടുക്കുന്നത് എല്ലാവർക്കും. അതുകൊണ്ട് ആ സൗന്ദര്യാത്മകമായിരിക്കുന്ന ആ രൂപത്തിൽ പ്രേമം ഉണ്ടാകാൻ എളുപ്പമുണ്ട്. ആ പ്രേമം തന്നെയാണ് ഭക്തി. ഭക്തിയോഗം മറ്റതിന് തുല്യം തന്നെയാണല്ലോ. അല്ലെങ്കിലും ഭഗവാൻ ഗീതയിൽ പറയുന്നതാണ് ഭക്യാമാം അഭിജാനാതി എന്ന് ഭഗവാൻ എടുത്തു പറയും. ഭക്തി കൊണ്ടേ എന്നെ അറിയാൻ കഴിയുള്ളൂ. ഭക്തി ഇല്ലാതെ ഏത് യോഗം അവസാനം ചെല്ലുന്നത് ഭഗവാനിലുള്ള പ്രേമത്തിലാ, ഭക്തിയിലേ വരൂ, അല്ലേ? ആ പ്രേമത്തിൽ അവസാനിക്കും. അപ്പോഴത്തേക്ക് ഈ പറഞ്ഞ അനന്തമൂർച്ചയും ഒക്കെ ഉണ്ടായി നമുക്ക് ആ ഒരു ബ്രഹ്മരസത്തിൽ നമുക്ക് ആറാടി കളിക്കാൻ പറ്റും. അതുകൊണ്ട് ഭക്തിയോഗമാണ് മറ്റ് യോഗങ്ങളിൽ വെച്ച് ഏറ്റവും വിശിഷ്ടം എന്നിവിടെ പറഞ്ഞു ഒപ്പിക്കുകയാണ്. ഏവം ഭൂതദയാഹി ഭക്തി അഭീതോ യോഗ. അഭീതം എന്ന് വെച്ചാൽ പറയപ്പെട്ട, ഭക്തി എന്ന് പറയപ്പെട്ട ആ യോഗം യോഗദ്വയാത് കർമ്മജ്ഞാനമയാത് ദൃശോത്തമതരോ. ദൃശോ എന്ന് വെച്ചാൽ കൂടുതൽ ഉത്തമതരമാണെന്ന് ഈ ഭക്തിയോഗം എന്ന് യോഗീശ്വരൈർ ഗീയതേ. യോഗീശ്വരന്മാർ പറയാണ്. യോഗീശ്വരൈർ ഗീയതേ, ഒരു പാടി പറയുകയാണ്. എല്ലാത്തിലും ഉള്ളതൊക്കെ ആ ഭഗവാന്റെ ആ കീർത്തനങ്ങളിലും എല്ലാം ഈ ഭക്തിയോഗത്തിന്റെ മഹത്വങ്ങളാണ് പറയുന്നത്. അതാണ് ഗീയതേ സൗന്ദര്യൈകരസാത്മകേ ത്വയി. അതാണ് പ്രത്യേകത. ഭഗവാൻ സൗന്ദര്യ സ്വരൂപനാണ്. ആ സ്വരൂപനിൽ പ്രേമം ഉണ്ടാകാൻ വിശ്വപുരുഷന്മാർക്ക് നിശ്രമമാണ്. ഒരു ശ്രമവും വേണ്ട. അത് സ്വാഭാവികമായിട്ട് തന്നെ ഉണ്ടായിക്കൊള്ളൂ. കൃത്രിമത്വമൊന്നും വേണ്ട. ഏത് സൗന്ദര്യ വസ്തുവിനെ കണ്ടാലും ആൾക്ക് അതിൽ പ്രേമം ഉണ്ടാകുമല്ലോ. ഇവിടെ ഭഗവാനിലേക്ക് ആ പ്രേമം വരുന്നു കഴിയുമ്പോഴത്തേക്ക് അത് ഭക്തിയായി മാറും. നമ്മൾ ഗോപശ്രീകളിലൊക്കെ ഭാഗവത്തിൽ കാണുന്നതല്ലേ. അവർക്ക് വേറെ ഒന്നുമില്ല, ഭഗവാന്റെ രൂപത്തിൽ അവർക്ക് ആകർഷണം. വേറെ അവർ ഒരു ജ്ഞാനം അവർക്കില്ല. ആ ജ്ഞാനം എല്ലാം സ്വയം വന്നു കഴിയും. അവർ ഉപനിഷ സുന്ദരികളുമാ. ആ ജ്ഞാനമൊക്കെ ആ ഈ ഭക്തി കൊണ്ട് ശരിക്കും വരും എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. സൗന്ദര്യൈകരസാത്മകേ ത്വയി കലു പ്രേമ പ്രകർഷാത്മിക. അതാണ് പരമപ്രേമം, പ്രകർഷം. ഭഗവാനിലുള്ള ആ പരമപ്രേമം, അതാണ് ഭക്തി. ആ ഭക്തി നിശ്രമമേവ, ഒരു ശ്രമവും ഇല്ലാതെ തന്നെ വിശ്വപുരുഷൈർ ലഭ്യ. സാധാരണ ആൾക്കാർക്ക് അത് കിട്ടുന്നതിന് നമ്മളെ പോലുള്ള ലൗകികന്മാർക്ക് ഏതാണ് അഭികാമ്യമായിട്ടുള്ളത്? ഭക്തിയോഗം. കാരണം നമുക്ക് മറ്റു കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ടല്ലോ. എപ്പോഴും സ്വാധ്യായവും ഒക്കെ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളെ കാര്യങ്ങൾ നടക്കോ? അതുകൊണ്ട് ഭക്തനാവുക, ഭഗവാനിൽ പരമമായ പ്രേമം ഉണ്ടാക്കുക. സാത്വസ്മിൻ
പരമപ്രേമരൂപ. അതാണ് ഭക്തി. അത് കിട്ടാൻ എളുപ്പവുമാണ്. ഇതാണ് ഈ ശ്ലോകത്തിന്റെ താല്പര്യം. ഏവം ഭൂതദയാഹി ഭക്ത്യഭിഹിതോ യോഗസയോഗദ്വയാത് കർമ്മജ്ഞാനമയാത് ഋഷോത്തമതരോ യോഗീശ്വരൈർഗീയതേ സൗന്ദര്യൈകരസാത്മകേ ത്വയി ഖലു പ്രേമപ്രകർഷാത്മികാ ഭക്തി നിശ്രമമേവ വിശ്വപുരുഷൈർലഭ്യ രമാവല്ലഭ. അല്ലയോ രമാവല്ലഭ, സാധാരണക്കാർക്ക് ഒരു ശ്രമവും കൂടാതെ ഈ ഭക്തി അവർക്കുണ്ടാകും. അത്രയും മനോഹരമാണ് അങ്ങയുടെ രൂപമെന്ന് ഗുരുവായൂരപ്പനോട് ഭട്ടതിരി പറയുകയാണേ. 7ാമത്തെ ശ്ലോകം കഴിഞ്ഞു. ഇതിൽ സംശയം ഉണ്ടെങ്കിൽ നോക്കി വെച്ചേക്കണം കേട്ടോ. വാക്കുകളുടെ അർത്ഥമോ അല്ലെങ്കിൽ അതിന്റെ എങ്ങനെയാണ് ഘടിപ്പിക്കുന്നതെന്നൊക്കെയുള്ള സംശയങ്ങൾ ഉണ്ടാകാം. കാരണം ഇത് കുറച്ച് കട്ടിയുള്ളതാണ്. ഈ ആദ്യത്തെ കുറച്ച് ദശകങ്ങളൊക്കെ അത് കഴിഞ്ഞ് പിന്നെ ഇതങ്ങ് ലളിതമാകും. ആദ്യമുള്ള ആ ഒരു പദത്തിന്റെ ഉള്ള ഒരു ഘടനയൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ പിന്നെ നാരായണീയം വളരെ എളുപ്പമാണ്. 8ാമത്തെ ശ്ലോകം. നിഷ്കാമം നിയത സ്വധർമ്മചരണം യത് കർമ്മയോഗാഭിതം തദ്ദൂരേത്യഫലം യദൗപനിഷദജ്ഞാനോപലഭ്യം പുന തത്വവിയക്തതയാ സുദുർഗമതരം ചിത്തസ്യ തസ്മാത് വിഭോ ത്വത്പ്രേമാത്മക ഭക്തിരേവ സതതം സോദീയസി ശ്രേയസി. വീണ്ടും ഉറപ്പിക്കുകയാണ്, അങ്ങയുടെ ഭക്തി തന്നെയാണ് ഏറ്റവും മധുരവും ശ്രേയസ്കരവും എന്ന് പറയുകയാണ്. അതിന്റെ കാരണം പറയുകയാണ്. നേരത്തെ ഒന്ന് പറഞ്ഞു വെച്ച്, കാരണം കർമ്മയോഗത്തെക്കായും ജ്ഞാനയോഗത്തെക്കായും വിശിഷ്ടമാണ് ഭക്തിയോഗം എന്ന് പറഞ്ഞു വെച്ച് അതൊന്ന് സമർത്ഥിക്കണ്ടേ. അതിന്റെ കാരണമാണ് ഇവിടെ പറയാൻ പോകുന്നത്. നിഷ്കാമം നിയത സ്വധർമ്മചരണം, നിഷ്കാമം നിയത സ്വധർമ്മചരണം യത് കർമ്മയോഗാഭിതം തത് ദൂരേത്യഫലം, തത് ദൂരേത്യഫലം യത് ഔപനിഷദജ്ഞാനോപലഭ്യം, യത് ഔപനിഷദജ്ഞാനോപലഭ്യം പുനഃ തത് തു അവ്യക്തതയ. തത്വവ്യക്തത എന്ന് ചൊല്ലരുത്. തത് തു അവ്യക്തത, തത്വ അവ്യക്തതയ, തത്വ അവ്യക്തതയ, 3 വാക്കാത്. തത് തു അവ്യക്തതയ സുദുർഗമതരം ചിത്തസ്യ, സുദുർഗമതരം ചിത്തസ്യ തസ്മാത് വിഭോ ത്വത്പ്രേമാത്മക ഭക്തിരേവ സതതം സോദീയസി ശ്രേയസി. അതാണ് അതിന്റെ പദം പിരിക്കുന്നത്. നിഷ്കാമം നിയത സ്വധർമ്മചരണം യത് കർമ്മയോഗാഭിതം. കർമ്മയോഗം എന്ന് പേര് കേട്ടത്, അഭിധം എന്ന് വെച്ചാൽ പേര്. കർമ്മയോഗം എന്ന് പേരുള്ള ഏതൊന്നാണോ, ഏതെന്നാണോ അതെന്താണെന്ന് പറയാണ്. എന്താണ് ഈ കർമ്മയോഗം എന്ന് ഇവിടെ ഒന്ന് സൂചിപ്പിക്കുകയാണ്. കർമ്മയോഗം വിശദമായിട്ട് നമ്മൾ ഗീതയിൽ പഠിക്കില്ലേ, 3ാം അധ്യായം കർമ്മയോഗം ഉണ്ടല്ലോ. ഇവിടെ അതല്ല. നിഷ്കാമം നിയത സ്വധർമ്മചരണം, ഇതാണ് സാമാന്യമായിട്ട് കർമ്മയോഗം എന്ന് പറയുന്നത്. നിഷ്കാമം, കാമത്തിൽ ഒരു കർമ്മവും ചെയ്യരുത്. നമ്മളിൽ നിയതമായിരിക്കുന്ന കർമ്മം, നമ്മളിൽ വാസനാബദ്ധമായിരിക്കുന്ന കർമ്മം നിയതമായിട്ടും കാമരഹിതമായിട്ടും ചെയ്യണം. അതായത് ഫലേച്ഛയില്ലാതെ, അല്ലേ? ഒരു ഫലേച്ഛയും കൂടാതെ നമ്മുടെ വാസനാബദ്ധമായ കർമ്മങ്ങളുണ്ടല്ലോ, ചെയ്തല്ലേ പറ്റൂ, പ്രാരബ്ധത്തിൽ വന്നിരിക്കുകയല്ലേ. ആ കർമ്മങ്ങളെ നിയതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിധി നിഷേധങ്ങൾ അനുസരിച്ച് ഏതെങ്കിലുമൊക്കെ ചെയ്തുകൂടാ, ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ടല്ലോ ശാസ്ത്ര ഗ്രന്ഥങ്ങള്. അതാണ് നിയതമായി. എല്ലാം കാര്യം ചെയ്യാനൊന്നും പറ്റില്ല, ഏത് രീതിയിലും ചെയ്യാൻ പറ്റില്ല. കർമ്മയോഗത്തിന് അങ്ങനെ കുഴപ്പമുണ്ട്. ഒന്നിലതിൽ ഫലകാംക്ഷ പാടില്ല. അതാണ് പറയുന്നത് നിഷ്കാമം. അതാണ് ഏറ്റവും പ്രധാനം. നമ്മൾ ഏത് കർമ്മം ചെയ്യുമ്പോഴും നമ്മൾ ഫലകാംക്ഷയോടുകൂടിയാണ് എല്ലാവരും കർമ്മം ചെയ്യുന്നത്. പക്ഷെ കർമ്മയോഗികൾ ചെയ്യുമ്പോൾ ഫലകാംക്ഷ പാടില്ല, അല്ലേ? കർമ്മണ്യേവാധികാരസ്ഥ എന്നൊക്കെ നമ്മൾ ശ്ലോകത്തിൽ പഠിക്കുന്നല്ലേ. ആ ഫലേഷു കഥാചന, ഒരിക്കലും കർമ്മഫലത്തിൽ നിനക്ക് അർഹതയില്ല. കർമ്മത്തിൽ അർഹതയുണ്ട്. കർമ്മണി ഏവാധികാരസ്ഥേ, നിനക്ക് കർമ്മത്തിൽ അധികാരമുണ്ട്, അർഹതയുണ്ട്. പക്ഷെ മാ ഫലേഷു കഥാചന എന്ന് പറയുന്നതാണ് കർമ്മയോഗം. കർമ്മഫലത്തിൽ ഒരിക്കലും നീ അതിനകത്ത് അധികാരി അല്ല. കാരണം അതിൽ ചിന്തിക്കാൻ പാടില്ല. അതാണ് ഇവിടെ പറയുന്നത് നിഷ്കാമം, കാമമില്ലാതെ നിയത സ്വധർമ്മചരണം. ചരണം എന്ന് വെച്ചാൽ ആചരണം. തന്റെ ആ സ്വധർമ്മം ഉണ്ടല്ലോ, സ്വധർമ്മമൊക്കെ വിശാലമായ വാക്കുകളാ. സ്വധർമ്മം എന്ന് പറയുന്ന വർണ്ണവ്യവസ്ഥയുണ്ട്, പലതുമുണ്ട്. പക്ഷെ നമ്മളിൽ വാസനാബദ്ധമായ കർമ്മം എന്ന് എടുക്കുക, സ്വധർമ്മം. അതാണ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ഓരോരുത്തർക്കും വ്യക്തിഗതങ്ങളായിട്ടുള്ള ധർമ്മങ്ങളും കർമ്മങ്ങളും ഒക്കെ നമ്മുടെ ഉള്ളിലുണ്ടല്ലോ. അതനുസരിച്ചുള്ളതാണ് ഈ സ്വധർമ്മം. ആ സ്വധർമ്മം എങ്ങനെ ചെയ്യണം? സ്വധർമ്മം ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം.
നമ്മുടെ എന്താണ് യഥാർത്ഥത്തിലുള്ള നമ്മുടെ ആ വാസനയ്ക്ക് അനുസൃതമായ കർമ്മമല്ലേ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം അർജുനോട് ഭഗവാൻ യുദ്ധം ചെയ്യാൻ പറഞ്ഞ അർജുന്റെ സ്വധർമ്മം അതായത് കൊണ്ടാണ്. അദ്ദേഹം ഒരു പൂജാരിയായിരുന്നെങ്കിൽ യുദ്ധം ചെയ്യാൻ പറയാൻ പറ്റുമോ? അങ്ങനെ ഓരോരുത്തർക്കും അതിൻ്റെതായ, അതാണ് ഈ ചാതുർവർണ്ണയൊക്കെ വരുന്നതേ. ആ രീതിയിലുള്ള അതാണ് സ്വധർമ്മം. അത് എന്താ ചെയ്യണം? നിയതമായി വിധി നിഷേധങ്ങൾ അനുസരിച്ച് ചെയ്യണം. അതും ഫലകാംക്ഷയില്ലാതെ ചെയ്യണം. ഈ ബുദ്ധിമുട്ടാണ് ഈ കർമ്മയോഗം. അതിന്റെ കാര്യമായിട്ട് പറയുന്നതേ, നിഷ്കാമം നിയത സ്വധർമ്മചരണം, ചരണം ആചരണം, ഏതൊന്നാണോ അത് കർമ്മയോഗാഭിധം. അന്നേരം കർമ്മയോഗത്തിന്റെ ബുദ്ധിമുട്ട് മനസ്സിലായല്ലോ. അതായത് നമ്മുടെ വാസനാബദ്ധമായ കർമ്മം കാമമില്ലാതെ, യാതൊരു വലേച്ഛയും ഇല്ലാതെ വിധി നിഷേധങ്ങൾ അനുസരിച്ച് ചെയ്യുക. അതാണ് കർമ്മയോഗാഭിധം. പക്ഷെ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടി ചെയ്താലും എന്താണ് കുഴപ്പം? തത് ദൂരേത്യഫലം. ഇപ്പൊ കർമ്മയോഗം അനുഷ്ഠിച്ച് അന്നേരം ഫലം കിട്ടുമോ? ഫലത്തിൽ ആഗ്രഹിച്ചു ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം കർമ്മയോഗം കർമ്മം ചെയ്യുമ്പോൾ നമുക്ക് ഫലം കിട്ടും. പക്ഷെ ഇവിടെ ഫലം വേണ്ടെന്നല്ലേ പറയുന്നത്. പക്ഷെ വേണ്ട ഫലം മോക്ഷമാ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മനഃശുദ്ധി ഉണ്ടായി, ആ മനഃശുദ്ധിയിൽ കൂടി ഭക്തി ഉണ്ടായി, ഭക്തിയിൽ കൂടി നമ്മൾ ജ്ഞാനവും നേടി ആ മോക്ഷ പ്രാപ്തിയിലെത്തും. അത് കുറെ പ്രയാസമാ. കർമ്മയോഗാനുഷ്ഠാനത്തിന്റെ ബുദ്ധിമുട്ടുകളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നിഷ്കാമം നിയതസ്വധർമ്മചരണം യത് കർമ്മയോഗാഭിധം തദ്ദൂരേത്യ ഫലം. അത് വളരെ ദൂരത്തിൽ ഫലം തരുന്ന വെച്ചാൽ വളരെ അകലെയാണ്. കാരണം കുറെ സമയം എടുക്കും. ഒരു കർമ്മയോഗം ചെയ്തിട്ട് ഒരിക്കലും നമുക്ക് ഈ സിദ്ധി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റില്ല. അതാണ് ദൂരേത്യ ഫലം. വളരെ അകലക്കൂട്ടി ഫലം തരുന്നതാണ് ഈ കർമ്മയോഗം. സിദ്ധി ഉടനെ കിട്ടില്ല. ക്ഷിപ്രസിദ്ധിയൊന്നും ഇല്ല ഈ കർമ്മയോഗത്തിൽ. പിന്നെന്താണ്? യഥൗപനിഷദജ്ഞാനോപലഭ്യം. പിന്നെ രണ്ടാമത് പറഞ്ഞാണ് ജ്ഞാനയോഗം. അതെവിടുന്ന് കിട്ടും? ഉപനിഷത്തുകളിൽ നിന്ന്. ആ ഉപനിഷത്തുകളിൽ നിന്ന് കിട്ടുന്ന ആ ജ്ഞാനം ഉണ്ടല്ലോ, അതിനെപ്പറ്റി പറയാണ്. ഔപനിഷദജ്ഞാനോപലഭ്യം. ആ ഉപനിഷത്തിൽ നിന്ന് കിട്ടുന്ന ആ ജ്ഞാനലാഭം അതെന്താണ്? പുനഃതത്വ അവ്യക്തതയാ സുദുർഗമതരം. പെട്ടെന്ന് അത് പിടിച്ചെടുക്കാൻ പറ്റത്തില്ല. ഉപനിഷത്ത് എല്ലാവരും എടുത്തങ്ങോട്ട് വായിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ, ഇപ്പം ശങ്കരാചാര്യ ദശോപനിഷത്തിന്റെ ഭാഷ എഴുതി അതൊക്കെ നമ്മൾ എടുത്തു വായിക്കുമ്പോൾ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും പ്രകരണ ഗ്രന്ഥങ്ങളും ഒക്കെ വായിച്ചാലേ അതൊക്കെ പിടിയിട്ടു. അതാണ് പറയുന്നത് സുദുർഗമതരം. വളരെ പ്രയാസമാണ് ഈ ധ്യാനയോഗത്തിലോട്ട് പ്രവേശിക്കുന്നത്. എന്താണ്? അത് ഔപനിഷദമാണ്. ഉപനിഷത്തുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. അത് തത്വ അവ്യക്തമാണ്. പെട്ടെന്ന് കിട്ടത്തില്ല. അവ്യക്തം, അതായത് വ്യക്തയില്ല. ഇന്ദ്രിയങ്ങൾ കൊണ്ടൊന്നും കാണുന്ന കാര്യങ്ങളല്ല. ഇവിടെ ഇന്ദ്രിയങ്ങൾ കണ്ണുകൊണ്ടല്ലേ നമ്മൾ ഇവിടെ ഭക്തിയോഗത്തിൽ ഭഗവാനെ കാണുന്നത്, സൗന്ദര്യം. പക്ഷെ അത് അവ്യക്തമാണ്. അതിൽ പറയുന്ന ആ ഭഗവത് സ്വരൂപം എന്ന് പറയുന്നത് അവ്യക്തമാണ്. അതുകൊണ്ട് നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് പിടിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അവ്യക്തം എന്ന് പറയുന്നത്. ആ രീതിയിലുള്ള ഒരു പാകത ഈ ജ്ഞാനയോഗികൾക്ക് വേണം. സാഖ്യയോഗമൊക്കെ വേണ്ട. അതാണ് തത് അതാകട്ടെ അവ്യക്തതയാ. ആ ജ്ഞാനയോഗം അവ്യക്തതയാ സുദുർഗമതരം. വളരെ സുദുർഗമമാണ്. എന്നുവെച്ചാൽ പ്രവേശിക്കാൻ പ്രയാസമാണ് അതിലോട്ട്. രണ്ടിന്റെയും ബുദ്ധിമുട്ട് പറയാ. കർമ്മയോഗം ചെയ്യാൻ കുറെ ശ്രമകരമാണ്. ഇവിടെ ജ്ഞാനയോഗമാണെങ്കിൽ അതിൽ പ്രവേശിക്കാൻ പാട്. കാരണം അത് അവ്യക്തമായതുകൊണ്ട് സുദുർഗമതരം ചിത്തസ്യ. മനസ്സിന് വളരെ പ്രയാസമാണ്. ആ രീതിയിലേക്ക് ഒരു നിരാകാര രൂപത്തെ, നിഷ്കള ബ്രഹ്മത്തെയൊക്കെ ഉപാസിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ പ്രയാസമാണ്. ഭഗവാൻ ഗീതയിൽ തന്നെ അത് പറയുമല്ലോ. ഭക്തിയോഗം തുടങ്ങുമ്പോൾ തന്നെ അത് പറയും. ക്ലേശോ അധികതരസ്തേഷാം ക്ലേശോ അധികതരം. അതായത് ഇത് ക്ലേശമാണ് ഈ പറഞ്ഞ ഇതിലോട്ട് പോകാൻ, ആ നിരാകാര ഭജനത്തിലേക്ക് പോകാൻ അവർ കുറച്ച് ക്ലേശിക്കേണ്ടി വരും. കാരണം അത് അവ്യക്തമാണ്. അത് ഈ പറഞ്ഞ കണക്ക് സുദുർഗമതരമാണ് എന്നൊക്കെ അവിടെ വരുന്നുണ്ട്. തത്വവ്യക്തതയാ സുദുർഗമതരം ചിത്തസ്യ. മനസ്സിന് പ്രവേശിക്കാൻ പ്രയാസമാണ് ഈ ജ്ഞാനയോഗം. അത് ഉപനിഷത്തിൽ നിന്ന് ലഭിക്കുന്ന അവ്യക്തമായ ജ്ഞാനമാണ്. ഇല്ലേ? ഘടോപനിഷത്തിലൊക്കെ പറയൂ അതൊക്കെ, അല്ലേ? ക്ഷുരസ്യധാരാ നിശിതാ ദുരത്യയാ ദുർഗം പദസ്തത് കവയോ വദന്തി എന്നൊക്കെ പറയും. അതായത് ഒരു വായ്ക്കത്തിയുടെ ആ ധാരയിൽ കൂടി ആ നടക്കുന്നതിന് പ്രയാസമാണ്. ക്ഷുരസ്യ ധാര. ക്ഷുരം എന്ന് വെച്ചാൽ കത്തി. കത്തിയുടെ ആ ധാരയിൽ കൂടി കടന്നു പോകുന്നതൊക്കെ പ്രയാസമാണ് ഈ മാതിരിയുള്ള ഈ ജ്ഞാനയോഗവും കർമ്മയോഗവും ഒക്കെ അനുഷ്ഠിക്കുന്നത്. അതുകൊണ്ട് അത് രണ്ടും വളരെ സുദുർഗമതരമാണെന്ന് ഇവിടെ സ്ഥാപിക്കുകയാണ്. തത്വ അവ്യക്തതയാ സുദുർഗമതരം ചിത്തസ്യ തസ്മാത് വിഭോ. വളരെ എളുപ്പം. അതുകൊണ്ട് അല്ലയോ ഗുരുവായൂരപ്പ, ത്വത്പ്രേമാത്മക ഭക്തിരേവ സതതം. അങ്ങയിലുള്ള ആ പ്രേമസ്വരൂപമായ ഭക്തി ഉണ്ടല്ലോ, സത്വസ്മിൻ പരമപ്രേമരൂപ. ആ
പരമപ്രേമ ഭക്തിയാണ് സോദീയസി ശ്രേയസി. വളരെ സ്വാദാണ്, ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല. അവിടെ പോയി ഭഗവാനെ കാണുക, ആ സൗന്ദര്യത്തിൽ ലയിക്കുക, അത്രേ ഉള്ളൂ. അത് പിന്നെ കാലക്രമേണ ഈ പറഞ്ഞതെല്ലാം സംഭവിച്ചോളും. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. ഈ ഭക്തി കൊണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ ക്രമമായിട്ട് വന്നുകൊള്ളും. ആദ്യം ഭക്തിയാണ് ഉണ്ടാക്കേണ്ടത്. പ്രേമാത്മക ഭക്തിരേവ സതതം. സതം വെച്ചാൽ എല്ലായ്പ്പോഴും സോദീയസി, വളരെ സ്വാദുള്ളത്, മധുരം ആണ്. അതുപോലെ തന്നെ ശ്രേയസി, ശ്രേയസ്കരവുമാണ്. മുക്തിയാണ് ശ്രേയസ്, ശ്രേയസല്ല, മുക്തി തന്നെ കിട്ടുമെന്നാ പറയുന്നത്. ശ്രേയസാണ് ലൗകികമായിട്ടുള്ള ഉയർച്ച. ശ്രേയസ് എന്ന് പറയുന്നത് ലൗകികം, ശ്രേയസ് എന്ന് പറയുന്നത് ആധ്യാത്മികമായിട്ടുള്ള ആ ഒരു ഉയർച്ച. അത് തന്നെ കിട്ടുമെന്നാ പറയുന്നത് ഈ ഭക്തി കൊണ്ട്. നിഷ്കാമം നിയത സ്വധർമ്മചരണം യത് കർമ്മയോഗാഭിതം. കർമ്മയോഗം എന്താണെന്നാണ് ഭഗവാൻ ഇവിടെ വിവരിച്ചത്. യത് കർമ്മയോഗാഭിതം തദ്ദൂരേത്യ ഫലം. അതിന് വളരെ അകലെയാണ് അതിന്റെ ഫലം. കർമ്മയോഗികൾക്കൊന്നും ക്ഷിപ്ര ഫലമില്ല, അത് കുറെ കഴിഞ്ഞൊക്കെ കിട്ടൂ. അതിന് അടുത്ത ശ്ലോകത്തിൽ പറയും എന്താണ് ബുദ്ധിമുട്ടെന്നുള്ളത്. ദൂരേത്യ ഫലം യത് ഔപനിഷദ ജ്ഞാനോപലഭ്യം പിന്നെയും അടുത്ത കാര്യം പറയുകയാണ്. ഈ ഉപനിഷത്തിൽ നിന്ന് കിട്ടുന്ന ആ ജ്ഞാനം ഉണ്ടല്ലോ, അത് തത്വ അവ്യക്തതയാ സുദുർഗമതരം. ഇന്ദ്രിയങ്ങൾ കൊണ്ട് പിടിച്ചെടുക്കാൻ പറ്റാത്തത് കൊണ്ട് ആ രൂപമാണ്, നിഷ്കള ബ്രഹ്മമാണ് അവിടെ വർണ്ണിക്കുന്നത്. അത് പ്രയാസമാണ്. തസ്മാത് വിഭോ ത്വത് പ്രേമാത്മക ഭക്തിരേവ സതതം സോദീയസി. അതാണ് ഇവിടെ പ്രധാനമായിട്ട് സ്ഥാപിച്ചെടുക്കുന്നത്. അങ്ങയിലുള്ള ആ പ്രേമസ്വരൂപമായിരിക്കുന്ന ഭക്തി തന്നെയാണ് ഏറ്റവും സ്വാദിഷ്ടം. അതുപോലെ തന്നെ അത് ശ്രേയസ്കരവും ആണെന്ന് പറയുന്നു. ഒന്നുകൂടെ ചൊല്ലാം. നിഷ്കാമം നിയത സ്വധർമ്മചരണം യത് കർമ്മയോഗാഭിതം തദ്ദൂരേത്യഫലം യദൗപനിഷദജ്ഞാനോപലഭ്യം പുന തത്വവ്യക്തതയാ സുദുർഗമതരം ചിത്തസ്യ തസ്മാത് വിഭോ ത്വത്പ്രേമാത്മക ഭക്തിരേവ സതതം സോദീയസി ശ്രേയസി. 9ാമത്തെ ശ്ലോകം. 8 ശ്ലോകങ്ങൾ ഒരുവിധം മനസ്സിലായല്ലോ. 9ാമത്തത്. അത്യായാസകരാണി കർമ്മപടലാന്യാചരീയ നിര്യന്മല ബോധേ ഭക്തിപദേധവാപ്യുചിതതാമായാന്തി കിം താവതാ ക്ലിഷ്ട്വാ തർക്കപദേ പരം തവ ബപുർബ്രഹ്മാഖ്യമന്യേ പുനഃ ചിത്താർദ്രത്വമൃതേ വിചിന്യ ബഹുഭിർ സിദ്ധ്യന്തി ജന്മാന്തരൈർ. വീണ്ടും ഇതിന്റെ കാര്യം പറയുകയാണേ. എന്തുകൊണ്ട് ഭക്തിയോഗം മറ്റു യോഗങ്ങളിൽ നിന്ന് ഉത്കൃഷ്ടമാണ് അല്ലെങ്കിൽ ശ്രേയസ്കരമാണ് എന്ന് പറയാണ്. അത്യായാസകരാണി കർമ്മപടലാനി ആചര്യ കർമ്മപടലാന്യാചര്യ നിര്യന്മല ബോധേ ഭക്തിപഥേ അഥവാ അപി ഉചിതതാമായാന്തി. കുറച്ച് വാക്കുകളോടുണ്ട്. ഭക്തിപഥേ അഥവാ അപി ഉചിതതാം ആയാന്തി. ഭക്തിപദേ അഥവാപ്യുചിതതാമായാന്തി കിം താവതാ ക്ലിഷ്ട്വാ തർക്കപദേ പരം തവ ബഭു ബ്രഹ്മാഖ്യമന്യേ പുനഃ ചിത്താർദ്രത്വം ഹൃദേ വിചിന്യ ബഹുഭിർ സിദ്ധ്യന്തി ജന്മാന്തരൈ. എന്താണ് അത്യായാസകരാണി? ആയാസം, വളരെ പ്രയാസമുള്ളതെന്നാണ് ആയാസം. ആ ജോലി വളരെ ആയാസകരാന്ന് വെച്ചാൽ അത്രയും പ്രയാസമുള്ള. അത്യായാസകരാണി, ആയാസം ഉണ്ടാക്കുന്നതാണ്. എന്താണ്? കർമ്മപടലാന്യാചരീയ നിര്യന്മല. ഈ കർമ്മയോഗത്തെ പറ്റി പറയുകയാണേ. ഈ കർമ്മയോഗത്തിൽ കർമ്മപടലാനി, പടലം എന്ന് വെച്ചാൽ കൂട്ടം, കർമ്മങ്ങൾ ഒരുപാട് അനുഷ്ഠിക്കേണ്ടി വരും. അതെല്ലാം അത്യായാസകരമാണ്. കർമ്മം അനുഷ്ഠിക്കാൻ പ്രയത്നിക്കണ്ടേ, അതെല്ലാം ആയാസകരം തന്നെയാണ്. പലതരത്തിലുള്ള പൂജാവിധാനങ്ങളും യാഗങ്ങളും യജ്ഞങ്ങളും ഒക്കെ ഈ കർമ്മത്തിൽ വരുന്നതാണ്. അതെല്ലാം അനുഷ്ഠിക്കുന്നത് ആയാസകരമാണ്. പണച്ചെലവുണ്ട്, അതിന് സമയം വേണം, അതുപോലെ തന്നെ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ. അതാണ് അത്യായാസകരാണി കർമ്മപടലാന്യാചര്യ നിര്യന്മല.
അങ്ങനെ കർമ്മയോഗം അനുസരിച്ച് ബലകാംക്ഷയൊന്നും ഇല്ലാതെ ഈ കർമ്മങ്ങളൊക്കെ നിയതമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നിര്യൻ മല, മനസ്സിന്റെ മാലിന്യങ്ങളും മാലിന്യം എല്ലാം മാറിക്കിട്ടും. അതാണ് കർമ്മയോഗത്തിന്റെ. ഇപ്പം വേദത്തിൽ തന്നെ ആദ്യം കർമ്മകാന്ഡം പറയുന്നതാണ്. നമ്മുടെ മനഃശുദ്ധി വന്നിട്ടേ നമുക്ക് ജ്ഞാനകാന്ഡത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റൂ. അതിനാണ് ഈ കർമ്മകാന്ഡം വെച്ചിരിക്കുന്നത്. അന്നേരം നിര്യൻ മല അത് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിലെ ആ രാഗദ്വേഷങ്ങൾ തുടങ്ങിയ മാലിന്യങ്ങൾ അകലും. ഇതാണ് ഇവിടെ പറയുന്നത്. അത്യായാസകരാണി കർമ്മപടലാന്യാചരിയ, ആ പ്രയാസമേറിയ കർമ്മ പടലങ്ങൾ ഒക്കെ ചെയ്തിട്ട് നിര്യന്മല ബോധേ ഭക്തിപദേധവാപ്യുചിതതാമായാന്തി. എന്താണ് ഇതിനോടുള്ള പ്രയോജനം? ഈ കർമ്മങ്ങളെല്ലാം നമ്മൾ നിഷ്കാമമായിട്ട് ചെയ്തിട്ട് നമ്മുടെ മനഃശുദ്ധി വന്നിട്ട് ബോധേ ഭക്തിപദേധവാ, ബോധയുടെ ജ്ഞാനം, ഒന്നീ ജ്ഞാനമാർഗത്തിലോട്ട് അല്ലെങ്കിൽ ജ്ഞാന യോഗത്തിലേക്ക് പോകാം, അല്ലെങ്കിൽ ഭക്തിപഥേ അതെന്ന് വെച്ചാൽ മാർഗം, ആ ജ്ഞാനമാർഗത്തിലോ ഭക്തി മാർഗത്തിലോ ഒക്കെ പോകണമെങ്കിലും ഈ കർമ്മയോഗം അനുഷ്ഠിച്ച് ഈ പറഞ്ഞ മനസ്സിനെ ശുദ്ധമാക്കേണ്ടതായിട്ടുണ്ട്. കർമ്മയോഗം അനുഷ്ഠിക്കുമ്പോൾ മനഃശുദ്ധി മാത്രമേ കിട്ടൂ, അല്ലേ? ഭഗവാൻ ഗീതയിൽ പറയും യജ്ഞദാന തപശ്ചൈവ പാവനാനി മനീഷിണാം. അതേ ഉള്ളു പ്രയോജനം. മനസ്സിന് കുറെ ശുദ്ധി കിട്ടും, പാവനാനി. അതാണ് ഇവിടെയും പറയുന്നത്. അത്യായാസകരാണി കർമ്മപടലാന്യാചരീയ നിര്യന്മല, അല്ലെന്ന് വെച്ചാൽ മാലിന്യം അതെല്ലാം മാറിക്കിട്ടി, നിർമ്മലമായി കിട്ടി. എന്നിട്ട് ബോധേ ഭക്തിപദേ, ബോധം എന്ന് വെച്ചാൽ ജ്ഞാനം, ജ്ഞാനപദത്തിലോ അല്ലെങ്കിൽ ഭക്തിപദത്തിലോ, അഥവാ ജ്ഞാനത്തിലോ ഭക്തിപദേ, അഥവാ എന്ന് വെച്ചാൽ രണ്ടിലേതെങ്കിലും ഒന്നില്ല, അഥവാ ഉചിതതാമായാന്തി. ഉചിതത എന്ന് വെച്ചാൽ ഇവിടെ യോഗ്യതയാണ്. അന്നേരം നമുക്ക് ഈ ഏതിലോട്ട് പോകാൻ? ഭക്തിപദേതവാ, ഈ കർമ്മയോഗം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഒന്നിൽ ജ്ഞാനത്തിലേക്കോ ഭക്തിയിലേക്കോ പോകാം. കർമ്മയോഗത്തിന്റെ ഒരു പ്രാധാന്യം ഇല്ലായ്മ ഇവിടെ പറയുന്നതേ ഉള്ളൂ. അതില്ലാതെ തന്നെ നമുക്ക് നേരിട്ട് ഭക്തിയോഗത്തിലേക്ക് പോകാം. അതിനുവേണ്ടിയാണല്ലോ ഗുരുവായൂരപ്പന്റെ രൂപം ഇവിടെ ഇരിക്കുന്നത്. അതാണ് ഇവിടെ എനിക്ക് പറയേണ്ടതേ. ബോധേ ഭക്തിപദേധവാപ്യുചിതതാമായാന്തി. അങ്ങനെ കർമ്മ പടലങ്ങളൊക്കെ അനുസരിച്ച് ചെയ്തു വരുമ്പോൾ കിട്ടുന്ന പ്രയോജനം എന്താണ്? ഒന്നീ ഭക്തിമാർഗത്തിലേക്ക് പോകാം, അല്ലെങ്കിൽ ജ്ഞാനമാർഗത്തിലേക്ക്. കിം താവത, അതുകൊണ്ട് തീർന്നല്ലോ, അതുകൊണ്ട് പൂർണ്ണമായില്ലല്ലോ. കർമ്മം അത്രയും ബുദ്ധിമുട്ടി അനുഷ്ഠിച്ചാലും വീണ്ടും ഭക്തിയോഗത്തിൽ വരണ്ടേ? ഭക്തിയോഗത്തിൽ വന്നിട്ട് ഭക്തിപദേധവാപ്യുചിതതാമായാന്തി കിം താവത, അങ്ങനെ വന്നിട്ട് എന്താണ് നമുക്ക് ഒരു അവസാനമായിട്ടുള്ളൊരു ഗെയിൻ കിട്ടുന്നില്ലല്ലോ. ഇതിലൂടെ മോക്ഷപ്രാപ്തിയിലോട്ട് പോകാൻ പറ്റുമോ? ആദ്യം കർമ്മയോഗം അനുഷ്ഠിച്ച് നിങ്ങൾക്ക് മനസ്സ് ശുദ്ധമാക്കാം. അതിൽ കൂടെ ഭക്തിയോഗത്തിനും ജ്ഞാനയോഗത്തിനുള്ള ഉചിതത, യോഗ്യത ഉണ്ടാക്കാം. കിം താവത, അതുകൊണ്ട് എന്താ പ്രയോജനം? ഇവിടെ നിൽക്കുന്നതല്ലേ ഉള്ളൂ, കർമ്മം അവിടെ നിൽക്കുന്നതേ ഉള്ളൂ. മനഃശുദ്ധി വന്നു. പക്ഷെ മനഃശുദ്ധി വന്നു കഴിഞ്ഞാലും വീണ്ടും ഈ ഭക്തിയോഗത്തിൽ കൂടി ഭഗവാനിലേക്ക് നമ്മൾ മാറണം. ഭഗവാന്റെ ആ പ്രേമം തന്നെ വീണ്ടും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഇതുകൊണ്ട് എന്താണ് പ്രയോജനം? ഈ കർമ്മയോഗം അനുഷ്ഠിക്കുന്നുണ്ട് ഈ സ്ഥിതി വന്നത് നിൽക്കല്ലേ. ക്ലിഷ്ട്വാ തർക്കപദേ പരം തപപുർബ്രഹ്മാഖ്യമന്യേ പുന ചിത്താർദ്രത്വമൃതേ വിചിന്യ ബഹുഭിർ സിദ്ധ്യന്തി ജന്മാന്തര. ഇനി ജ്ഞാനയോഗത്തിന്റെ കാര്യം പറയാണ്, ഇത് കർമ്മയോഗത്തിന്റെ കാര്യം. കർമ്മയോഗം എന്ന് പറഞ്ഞാൽ ഇതിലേക്കുള്ളൊരു മാർഗമായി മാറുന്നതേ ഉള്ളൂ. ജ്ഞാനയോഗം എന്താണ്? ക്ലിഷ്ട്വാ തർക്കപദേ, തർക്കപദം എന്ന് പറഞ്ഞാൽ വേദാന്ത ശാസ്ത്രം, ന്യായം മുതലായ വേദാന്തം. ആ വേദാന്ത ശാസ്ത്രമാണ് ഇവിടെ തർക്കപദമായിട്ട് പറയുന്നത്. അത് ക്ലിഷ്ട്വാ, ക്ലേശിച്ചിട്ട്, അതിലൊക്കെ കിടന്ന് ക്ലേശിച്ചിട്ട്, വേദാന്ത സൂത്രമൊക്കെ വളരെ ക്ലേശമാണ് അത് മനസ്സിലാക്കി എടുക്കാനൊക്കെ. അതാണ് ക്ലിഷ്ട്വാ തർക്കപദേ. അത് ക്ലേശിച്ച് കഴിഞ്ഞാൽ എന്താണ്? പരം, വളരെയധികം ക്ലിഷ്ട്വാ തവ വപുർ ബ്രഹ്മാഖ്യം. അങ്ങനെ ആ വേദാന്ത ശാസ്ത്രങ്ങളിൽ കൂടി അങ്ങയുടെ ആ ബ്രഹ്മമെന്നുള്ള ആ സച്ചിദാനന്ദ സ്വരൂപമെന്ന് പേരുള്ള ആ ഒരു നിഷ്കള രൂപമുണ്ടല്ലോ, അതിലെത്തിച്ചേരാം. അതാണ് പറയുന്നത് ക്ലിഷ്ട്വാ തർക്കപദേ പരം തവപുർ ബ്രഹ്മാഖ്യം. ആഖ്യം എന്ന് പറഞ്ഞാൽ പേരുള്ള, ആ ബ്രഹ്മമെന്ന് പേരുള്ള ആ ഒരു പദത്തിൽ എത്താം. അത്ര വളരെ പ്രയാസപ്പെട്ട അന്യേ പുന. പക്ഷെ അതിനുള്ള അന്യർ എന്ന് വെച്ചാൽ മറ്റുള്ളവർ, അതായത് കർമ്മയോഗം അനുഷ്ഠിക്കാതെ ജ്ഞാനയോഗം അനുഷ്ഠിക്കുന്നവർ. അതാണ് അവര്. പിന്നെ എന്താണ് സംഭവിക്കുന്നത്? പുന ചിത്താർദ്രത്വം ഹൃദേ. ഇത് ചെയ്യുമ്പോൾ ഈ മനസ്സിനൊരു അലിവുണ്ടാവില്ല. ഈ ജ്ഞാനമാർഗത്തിൽ പോകുന്നവരെല്ലാം ഒരുമാതിരി എന്താണ്, അവരുടെ ഒരു ഭക്തനിൽ കാണുന്ന ഒരു മനസ്സിന്റെ ഒരു കുളിർമയൊന്നും കിട്ടില്ല. അവർ ഈ വെറും ജ്ഞാനികളായിട്ട് വരട്ട് വേദാന്തവും പഠിച്ചു നടക്കുന്നു തത്വത്തിലാണ് ഇവിടെ പറയുന്ന. അവർക്ക് മറ്റുള്ള മനസ്സലിവൊന്നും ഉണ്ട്. എന്താണ് ചിത്താർദ്രത്വം? ഹൃദയം എന്ന് വെച്ചാൽ ഇല്ലാതായിട്ട്, അത് മൈനസ്. അവരുടെ മനസ്സലിവില്ല. പക്ഷെ ഭക്തിയാണെങ്കിൽ നേരത്തെ നമ്മൾ കണ്ടല്ലോ, രോമാഞ്ചയത്യംഗകം, അല്ലേ? അങ്ങനെ ആനന്ദ മൂർച്ച,
അതെല്ലാം ഉണ്ട്. അതൊന്നും ഈ വേദാന്തികൾക്കില്ല. അവരൊരിക്കലും ആനന്ദമൂർച്ച കൊണ്ട് രോമാഞ്ചം അണിയുന്ന ഒരു അവസ്ഥയിലൊന്നും അവർ വരില്ല. അതാണ് ഇവിടെ ചിത്താദ്രത്വമൃതയെ വിചിന്യ ബഹുബിർ, വളരെയധികം ധ്യാനമൊക്കെ നടത്തി ചിന്തിച്ച് ഇതിന്റെയൊക്കെ വിമർശൈതിത ശേഷേണ എന്നൊക്കെ എല്ലാമൊക്കെ വളരെ സൂക്ഷ്മമായിട്ടൊക്കെ മനസ്സിലാക്കി തത്വവിചാരമൊക്കെ ചെയ്യുന്നത് വളരെ ക്ലിഷ്ടമാണ്, ക്ലേശകരമാണ്. സിദ്ധ്യന്തി ജന്മാന്തരൈ. പക്ഷേ ഫലം എപ്പോഴാണ്? വീണ്ടും ജന്മങ്ങൾ എടുക്കേണ്ടി വരും. ഇതൊറ്റ ജന്മം കൊണ്ട് ഈ പറഞ്ഞ കണക്ക് ജ്ഞാനമാർഗത്തിൽ കൂടി നമുക്ക് ആ മോക്ഷ പദവിയിൽ എത്താൻ പറ്റില്ല. അതിനും ജന്മാന്തരം വേണം, പല ജന്മങ്ങൾ വേണ്ടി വരും. ഇതൊക്കെ ഈ ഭക്തിയോഗത്തിന്റെ മഹത്വം പറയുമ്പോൾ അതിന്റെ ഇത് കുറച്ച് കാണിക്കുന്നതേ ഉള്ളൂ. പക്ഷേ ജ്ഞാനയോഗവും കർമ്മയോഗവും ഒന്നും മോശമൊന്നല്ല. നമ്മുടെ ഗീതയിലും ഒക്കെ അതല്ലേ പ്രാധാന്യമായിട്ട് പറയുന്നത്. ജ്ഞാനയോഗം നഹി ജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യ എന്നൊക്കെ ഭഗവാൻ എപ്പോഴും ജ്ഞാനത്തെ അല്ലേ ഗീത മൊത്തം പറയുന്നത്. പക്ഷെ ഇവിടെ അതിന് ക്ലേശം കൂടുതലുണ്ട് എന്ന് കാണിച്ചിട്ട് അത് ജന്മാന്തരങ്ങളിൽ കൂടി കിട്ടും എന്നൊക്കെ പറയുമ്പോൾ മറ്റേതിനേക്കായും അതിന് കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ട് എന്നൊക്കെ കാണിക്കാൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ. അല്ല ഗീതയിലൊക്കെ ഇഹൈവത്തൈർജിത സർഗോ യേശാം സാമ്യേ സ്ഥിതം മന എന്നൊക്കെ അവിടെ പറയും. അതായത് വിട്ടവെച്ച് തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ മനസ്സിന്റെ സമനില ഉണ്ടാക്കി എടുക്കാം, ഈ കർമ്മയോഗത്തിലും ജ്ഞാനയോഗത്തിലും കൂടെ എന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ ഭക്തിയോഗത്തിന്റെ മഹത്വം പറയുന്നത് കൊണ്ട് കർമ്മയോഗത്തിനെയും ജ്ഞാനയോഗത്തിനെയും കുറച്ച് താഴ്ത്തി കെട്ടിയിരുന്നേ ഉള്ളൂ. അല്ലാതെ മോശം എന്നുള്ള അർത്ഥത്തിൽ ഒരിക്കലും നമുക്ക് എടുക്കാൻ പറ്റില്ല. അത്യായാസകരാണി കർമ്മവടലാന്യാചരീയ നിരിയന്മല ബോധേ ഭക്തിപദേധവാപ്യുചിതതാമായാന്തി. ഉചിതാംശ യോഗ്യതയെ അവരായാന്തി, അതിൽ വരുന്നു. അതിനുള്ള യോഗ്യതയ്ക്ക് അവർ പാത്രീഭൂതരാകുന്നതേ ഉള്ളൂ. കിം താപത. അതുകൊണ്ട് എന്താണ് പ്രയോജനം? ആ അവസാനമായിട്ട് വേണ്ട ആ മുക്തിമാർഗം അവർക്ക് കിട്ടുന്നില്ലല്ലോ കർമ്മയോഗത്തിൽ കൂടി. അവർ ഈ മാർഗത്തിൽ കൂടെ വീണ്ടും പോകേണ്ടി വരും. ഭക്തിയിലും പോകണം, ജ്ഞാനത്തിലും ഒക്കെ പോകേണ്ടി വരും. അതുകൊണ്ട് കിം താപത, ഇങ്ങനെ കിടന്ന് ബുദ്ധിമുട്ടി ചെയ്തിട്ട് എന്താണ് പ്രയോജനം? ഈ കർമ്മ സമൂഹം ആവർത്തിച്ച് ചെയ്തിട്ട്. അതുപോലെ ജ്ഞാനയോഗികള് ക്ലിഷ്ട്വാ തർക്കപദേ, ആ തർക്കപദത്തിൽ വേദാന്ത ശാസ്ത്രങ്ങളൊക്കെ ആ മാർഗത്തിൽ കൂടെ ജ്ഞാനപദത്തിൽ കൂടെ പോകുമ്പോൾ ഒരുപാട് ക്ലേശിച്ചിട്ട്, അതാണ് ക്ലിഷ്ട്വാ പരം ക്ലിഷ്ട്വാ പരം തവ വപു, അങ്ങയുടെ ആ ശരീരം ഉണ്ടല്ലോ ബ്രഹ്മാഖ്യം, ആ നിഷ്കള രൂപം, ഇതുപോലുള്ള രൂപം അവിടെ ഒന്നും വർണ്ണിക്കില്ല. ഉപദേശത്തിലൊന്നും ഇങ്ങനെ ഭഗവാന്റെ രൂപങ്ങളൊന്നും വർണ്ണിപ്പില്ലല്ലോ. അതെല്ലാം അവരാ അവ്യക്തമായിട്ടുള്ള രീതിയിലുള്ള ബ്രഹ്മപ്രതിപാദന ഗ്രന്ഥങ്ങളാണ് ഉപനിഷത്തുകൾ. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ബ്രഹ്മാഖ്യം അന്യേ പുന ചിത്താർദ്രത്വം ഹൃദയ. അവർക്ക് സൗന്ദര്യമൊന്നും ഇല്ലല്ലോ, സൗന്ദര്യ വർണ്ണനകളൊന്നും നമുക്ക് ഉപനിഷത്തിൽ കാണാൻ പറ്റില്ല. അതുകൊണ്ട് ചിത്താർദ്രത്വം വരില്ല. മനസ്സിനൊരു അലിവ്, ഒരു കുളിർമ ഉണ്ടാക്കാനും ഈ ജ്ഞാനയോഗത്തിന് കഴിവില്ല. വിചിന്യ ബഹുബിർ, ഒരുപാട് വിചിന്തനം ചെയ്യണം ഇത് മനസ്സിലാക്കി അത് ഉറപ്പിച്ചൊക്കെ വെക്കാൻ. അത് സിദ്ധ്യന്തി ജന്മാന്തരയും. സിദ്ധി എന്ന് വെച്ചാൽ അതിന്റെ ഫലപ്രാപ്തി, അതായത് മോക്ഷമൊക്കെ കിട്ടണമെങ്കിൽ സിദ്ധിയുടെ മോക്ഷമാണ്. അങ്ങനെ ജന്മാന്തരങ്ങളിൽ കൂടിയവർക്ക് മോക്ഷപ്രാപ്തി കിട്ടുന്നു എന്നേ ഉള്ളൂ. അതുകൊണ്ട് ഈ ഭക്തിയോഗം തന്നെയാണ് സ്വദീയസി ശ്രേയസി എന്ന് ഈ ശ്ലോകത്തിലും കൂടെ ഉറപ്പിക്കുകയാണ്. അത്യായാസകരാണി കർമ്മപടലാന്യാചരീയ നിരിയന്മല ബോധേ ഭക്തിപദേധവാപ്യുചിതതാമായാന്തി കിം താവതാ. ക്ലിഷ്ട്വാ തർക്കപദേ പരം, ക്ലിഷ്ട്വാ തർക്കപദേ പരം, പരം ക്ലിഷ്ട്വാ തർക്കപദേ തവ ബഭു ബ്രഹ്മാഖ്യമന്യേ. അതായത് ഈ കർമ്മയോഗം അനുഷ്ഠിക്കാത്ത മറ്റുള്ളവർ, അതാണ് അന്യേ. പുനഃ ചിത്താർദ്രത്വം ഹൃദയ, ഒരിക്കലും മനസ്സിൽ അലിവില്ലാത്ത വിധത്തിൽ ബഹുബിർ വിചിന്യ, ഒരുപാട് തത്വവിചാരങ്ങളൊക്കെ ചെയ്തിട്ട് സിദ്ധ്യന്തി ജന്മാന്തരം, ജന്മാന്തരങ്ങൾ കൊണ്ട് അവർക്ക് ഈ സിദ്ധി ലഭിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിന്റെ താല്പര്യം. എന്നുള്ള ചൊല്ലാം. അത്യായാസകരാണി കർമ്മപടലാന്യാചരീയ നിരിയന്മല ബോധേ ഭക്തിപദേതവാപ്യുചിതതാമായാന്തി കിം താവതാ. ക്ലിഷ്ട്വാ തർക്കപദേ പരം തവ ബഭുർബ്രഹ്മാഖ്യമന്യേ പുനഃ ചിത്താർദ്രത്വമൃതേ വിചിന്യ ബഹുഭിർ സിദ്ധ്യന്തി ജന്മാന്തരൈ. ഈ 10ാമത്തെ ശ്ലോകം. ഇതാണ് ഈ ദശകത്തിന്റെ അവസാനത്തെ ശ്ലോകം. ത്വദ്ഭക്തിസ്തു കഠാരസാമൃതത്സരീ നിർമ്മജ്ജനേന സ്വയം സിദ്ധ്യന്തി വിമല പ്രബോധപദവീം അക്ലേശതന്വതി സദ്യസിദ്ധികരീ ജയത്യൈ വിഭോ സൈവാസ്തു മേ
ത്വത്പദപ്രേമ പ്രൗഢിരസാർദ്രത ദ്രുതതരം വാതാലയാതീശ്വര. ഇതാണ് എനിക്ക് ആ ഭക്തി മതി, അങ്ങയിലുള്ള ആ പ്രേമം അതെന്നിൽ ഉറപ്പിക്കണമെന്നാണ് ഭട്ടതിരി ഇതിൽ പ്രാർത്ഥിക്കുന്നത്. ത്വദ്ഭക്തിസ്തു ത്വദ്ഭക്തിസ്തു ത്വദ്ഭക്തി തു, ഇതാണ് സു വരുന്നത്, വിസർഗം കിടക്കുന്നുണ്ട്. ത്വദ്ഭക്തിസ്തു കഥാരസാമൃതശ്ശരി കഥാരസാമൃതശ്ശരി നിർമ്മജ്ജനേന സ്വയം സിദ്ധ്യന്തി. വിമല പ്രബോധ പദവീം അക്ലേശത തന്വതി. വിമല പ്രബോധ പദവീം അക്ലേശത തന്വതി സദ്യസിദ്ധികരി ജയതി. സദ്യസിദ്ധികരി ജയതി, ഇതാണ് ജയതി ഐ. സദ്യസിദ്ധികരി ജയതി ഐ വിഭോ, അല്ലയോ വിഭോ. സദ്യസിദ്ധികരി ജയതി ജയത്യൈ വിഭോ സ ഏവ അസ്തു, ഇതാണ് സൈവാസ്തു. സ ഏവ അസ്തു, സ ഏവ അസ്തു. മേ ത്വത്പദപ്രേമ പ്രൗഢിരസാർദ്രത ദ്രുതതരം വാതാലയാതീശ്വര. ദയോ വാതാലയാതീശ്വര, എനിക്ക് അങ്ങയിലുള്ള ആ പ്രേമ പ്രൗഢി രസാർദ്രത മതി എന്ന് പറയാണ്. എന്താണ് ത്വദ്ഭക്തിസ്തു? ഇവിടെ പറഞ്ഞല്ലോ മറ്റേ കാര്യങ്ങൾ, കർമ്മയോഗം, ജ്ഞാനയോഗത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞു. പക്ഷെ അങ്ങയുടെ ഭക്തിയാകട്ടെ, ത്വദ്ഭക്തിസ്തു, അങ്ങയിലുള്ള ഭക്തിയാകട്ടെ എങ്ങനെ കിട്ടും? ഇതുപോലുള്ള ഒരു ക്ലിഷ്ടതയുമില്ല, ഒരു ഉപനിഷത്തും പഠിക്കണ്ട, ഒന്നും പഠിക്കണ്ട. എന്ത് ചെയ്താൽ മതി? കഥാരസാമൃതശ്ശരീ നിർമ്മജ്ജനേന സ്വയം സിദ്ധ്യന്തി. ഇതാണ് മാർഗം പറഞ്ഞിരിക്കുന്നത്. അങ്ങയുടെ കഥാരസങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ മുങ്ങുക, അത്രയേ ഉള്ളൂ. അതിനാണ് ഈ ഭാഗവതമൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. ഭാഗവതത്തിൽ ഭഗവത് ലീലകളും ഭഗവാന്റെ വർണ്ണനകളും ഭഗവാന്റെ കഥകളും അല്ലേ ഉള്ളൂ. അതിലങ്ങ് മുഴുകിയാൽ മതി എന്ന് പറയാണ്. ഭാഗവതത്തിന്റെ സംഗ്രഹമാണല്ലോ നാരായണീയം. അതുകൊണ്ട് ആ ഭഗവത് കഥകളിലെ പ്രവാഹം, സരി, ആ ഒഴുക്കിൽ നമ്മൾ ഒന്ന് മുങ്ങി ഇരുന്നാ മതി. അതാണ് ഇവിടെ പറയുന്നത്. ത്വദ്ഭക്തിസ്തു കഥാരസാമൃത, കഥാരസമാകുന്ന അമൃതം. കഥ കേൾക്കാൻ എല്ലാവർക്കും, കുട്ടികൾക്ക് പോലും വളരെ താല്പര്യമല്ലേ. കുട്ടികൾ ഉള്ളവരൊക്കെ വന്ന് നമ്മുടെ കഥ പറയാനല്ലേ പറയുന്ന. ആർക്കും കഥ പറയാം, പക്ഷെ അവര് കേൾക്കുന്ന കഥകൾ വേറെ തരത്തിലുള്ള കഥകളായിരിക്കും. ഭഗവാന്റെ കഥകൾ കേൾക്കാൻ തുടങ്ങിയാൽ പിന്നെ അതേ കേൾക്കൂ. അതാണ് ഇവിടെ അമൃതം എന്നൊക്കെ പറയുന്നത്. അങ്ങയുടെ ആ കഥാരസമാകുന്ന അമൃതന്റെ ഝരി, ഝരി എന്ന് പറഞ്ഞാൽ ഒഴുക്ക്, ആ പ്രവാഹം ഉണ്ടല്ലോ. എത്രയോ കഥകളാണ് ഭാഗവത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, ഭഗവത് സംബന്ധിയായ കഥകൾ. അതുകൊണ്ട് നിർമ്മജ്ജനേന മുഴുകണം, ആ കഥകളിൽ നമ്മൾ ആസക്തരാകണം. നിർമ്മജ്ജനേന ഭാഗവതം നിരന്തരം വായിക്കണം. പിബത ഭാഗവതം രസം ആലയം മുഹുരഹോ എന്ന് പറയുന്നതാണ്. വീണ്ടും വീണ്ടും ആ ഭാഗവതം ആലയം, ലയം വരുന്നിടം വരെ, മരണം വരുന്നിടം വരെ ഇങ്ങനെ പാരം ചെയ്യണം. അതാണ് ആ ശുഗന്റെ ഇത് വരികയല്ലേ, നിഗമകൽപ്പ തരോർ ഗളിതം ഫലം. ആ വേദത്തിൽ നിന്ന് ഒഴുകി ആ ശുഗൻ പുറത്ത് വിട്ട സാധനമാണത്. അമൃതദ്രവ സംയുതം എന്നൊക്കെയാണ് ഭാഗവതം പറയുന്നത്. അമൃതദ്രവ സംയുതം, അത് പിബത, അത് കുടിക്കാനാ പറയുന്ന. രസമാലയം എന്നുവെച്ചാൽ ആ പിബത രസമാലയം, ആ രസം ലയം മരണം വരെ അത് കുടിച്ചുകൊണ്ടിരിക്കണം. മുഹുരഹോ രസികാഭുവി ഭാവുക, അതായത് ഭക്തന്മാർ അതിങ്ങനെ ആനന്ദിച്ച് കുടിച്ചുകൊണ്ടേയിരിക്കും ആ ഭാഗവത രസം. സാധു സാധു പദേ പദേ എന്നൊക്കെ ആവർത്തിച്ചതിൽ പറയും ഭാഗവതി. ഓരോ പദം വായിക്കുമ്പോഴും അതിന്റെ സ്വാദ് കൂടി കൂടി വരും. വായിക്കാത്തവർക്ക് അത് മനസ്സിലാവില്ല. വായന തുടങ്ങുമ്പോൾ അതിന്റെ സ്വാദ് നമുക്കിങ്ങനെ വർദ്ധിച്ചു വർദ്ധിച്ചതാണ്. സ്വാദു സ്വാദു പദേ പദേ, ഓരോ പദത്തിലും അത് സ്വാദിഷ്ടമാണ്. ത്വദ്ഭക്തിസ്തു കഥാരസാമൃതശ്ശരീ നിർമ്മജ്ജനേന സ്വയം സിദ്ധ്യന്തി. ആരും പ്രത്യേകിച്ച് അതിനു വേണ്ടി ശ്രമിക്കണ്ട. ഭഗവത് കഥകൾ വായിച്ചു മാത്രം ചെയ്താൽ മതി, ഭഗവാനുള്ള ഭക്തി ഉണ്ടാകും. സ്വയം സിദ്ധ്യന്തി വിമല പ്രബോധ പദവീം അക്ലേശതന്വതി. മറ്റേനെല്ലാം ക്ലേശമുണ്ട്, കർമ്മം ചെയ്യാൻ ക്ലേശമുണ്ട്, ജ്ഞാനം സിദ്ധിക്കാനും ക്ലേശങ്ങൾ ഒരുപാട് അനുഭവിക്കണം. ഇവിടെ അതൊന്നും വേണ്ട. വിമല പ്രബോധ പദവി, അതാണ് ആ ജ്ഞാനത്തിന്റെ ആ പരമം, വിമലമായ ആ ജ്ഞാനം നമുക്ക് ഈ ഭക്തി കൊണ്ട് തന്നെ. അതാണ് ഭക്തിയാമാം അഭിജാനാതി യാവാനെച്ചാസ്മി തത്വതഃ തതോമാം തത്വതോ ജ്ഞാത്വാ വിശദേ തദനന്തരം എന്ന് ഭഗവാൻ ഗീതയെ പറയും.
അതിൽ എന്നിൽ തന്നെ വിശദേ പ്രവേശിക്കാൻ പറ്റും. ഭക്തിയാമാം അഭിജാനാതി, ഭക്തി കൊണ്ട് എന്നെ നേരിട്ടറിയാം. യാവാൻ, ഞാൻ ആരാണ്, എന്റെ വലിപ്പം എന്താണ്, ഇതെല്ലാം ഈ ഭക്തി കൊണ്ടേ മനസ്സിലാകൂ. വിശദേ തദനന്തരം, ആ ഭക്തി ആയി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ ഭഗവത് സ്വരൂപത്തിൽ നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു. അതാണ് ഇവിടെ എളുപ്പം ഇവിടെ പറയുന്നത്. സിദ്ധ്യന്തി വിമല പ്രബോധ പദവിയും, ആ വിമലമാകുന്ന ജ്ഞാനം, ആ ബ്രഹ്മജ്ഞാനം, അത് ആ പദവിയിൽ അക്ലേശത തന്വതി, തന്വതി എന്ന് വെച്ചാൽ തുറക്കും. ആ പദത്തിലേക്ക് നമുക്ക് തുറക്കുന്നതായിട്ട് ഈ ഭക്തി നമ്മളെ കൊണ്ട് എത്തിക്കും. ഭഗവാന്റെ ആ ഒരു സ്വരൂപത്തിലേക്ക് നമ്മളെ പ്രവേശിപ്പിക്കുക. അതാണ് അക്ലേശത തന്വതി. അതിനെ തുറക്കുന്നതായിട്ട് അല്ലെങ്കിൽ പ്രവേശിപ്പിക്കുന്നതായിട്ട് വെളിപ്പെടുത്തുന്നതായിട്ട് നമുക്ക് ഈ ഭക്തി കൊണ്ട് തോന്നും. അത് സ്വയം ഉണ്ടാകുന്നതാണ്. ഭഗവാനിലുള്ള ഭക്തി അചഞ്ചലമാകുമ്പോൾ ഈ ജ്ഞാനം തനിയേ വന്നുകൊള്ളും. ത്വദ്ഭക്തിസ്തു കഥാരസാമൃതശ്ചരീ നിർമ്മജ്ജനേന സ്വയം സിദ്ധ്യന്തി വിമല പ്രബോധ പദവീം അക്ലേശത. ഒരു ക്ലേശവും വേണ്ട. ഭാഗവതം വായിക്കാൻ വല്ല ക്ലേശമുണ്ടോ? വായിക്കും തോറും നമുക്ക് സ്വാദു സ്വാദു പതേ പതേ ഇങ്ങനെ ആസ്വദിച്ച് വായിച്ചുകൊണ്ടിരിക്കാം. അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന നേട്ടം എന്താണ്? ഈ ഭക്തി നമ്മളിൽ ഉണ്ടാകും. ആ ഭക്തി കൊണ്ട് നമുക്ക് ജ്ഞാനത്തിന്റെ വാതിൽ തുറക്കും. ആണ് സിദ്ധ്യന്തേ വിമല പ്രബോധ പദവി അക്ലേശതന്വതി സദ്യസിദ്ധികരി. മറ്റേതെന്താണ്? ജന്മാന്തരേ സിദ്ധ്യന്തി. ജ്ഞാനയോഗം എന്ന് പറയുന്ന ഉടനെ സിദ്ധിയില്ല. ഇത് ഉടനെ തന്നെ അല്ലേ? ദൃഷ്ടമാത്രേ പുനരൊരു പുരുഷാർത്ഥാത്മകം നമ്മളെ പറഞ്ഞില്ലേ? ആ ഒരു പുരുഷാർത്ഥ നമുക്ക് ഉടനെ കിട്ടും. അവിടെ ചെന്ന് സദ്യ പെട്ടെന്ന് സദ്യസിദ്ധികരി, അത് പെട്ടെന്ന് തന്നെ സിദ്ധി ജയിച്ച് ജയിക്കുന്നു. അങ്ങനെ ആ സിദ്ധിയിൽ നമ്മളെ തന്ന് ജയിപ്പിക്കുന്നു എന്നാ. ആ ഭക്തി കൊണ്ട് നമുക്ക് ആ സിദ്ധികരീ ജയതി, ആ സിദ്ധി ഉണ്ടായിട്ട് അത് ജയിക്കുന്നു. അതാണ് സിദ്ധികരീ ജയതി. അതുകൊണ്ട് ഐ വിഭോ, അല്ലയോ ഗുരുവായൂരപ്പ, സ ഏവാസ്തു, അത് മതി എനിക്ക്. സ ഏവാസ്തു, അതുണ്ടായിരിക്കട്ടെ. എന്താണ്? ത്വത്പദ പ്രേമ പ്രൗഢിരസാർദ്രത. സ ഏവാസ്തു, ആ പ്രേമ പ്രൗഢിരസം, ആ പ്രേമത്തിന്റെ പ്രൗഢി എന്ന് വെച്ചാൽ തികവ്, അത് എനിക്ക് അസ്തു ഉണ്ടാകട്ടെ മേ എന്നാണ് ഇവിടുത്തെ പ്രാർത്ഥന. ഏകാന്ത ഭക്തി അകമേ വന്നുദിപ്പതിന് വൈകുന്നതെന്തു ഹരി എന്ന് എഴുത്തച്ഛനും പ്രാർത്ഥിക്കില്ലേ? ആ ഏകാന്ത ഭക്തിയാണ് ഇവിടെ പുത്തൂരും പ്രാർത്ഥിക്കുന്നത്. ഭഗവാനിലുള്ള ആ ഏകാന്ത ഭക്തി. സൈവാസ്തുമേ ത്വത്പദ പ്രേമ പ്രൗഢിരസാർദ്രത. അതിന്റെ ആ ഒരു ആർദ്രത ഉണ്ടല്ലോ, നേരത്തെ പറഞ്ഞ ആ ഒരു വരട്ട് പരിപാടിയല്ല ഇത്, ആർദ്രമാണ്. ആ പ്രേമം കൊണ്ട് നമ്മളങ്ങ് മനസ്സങ്ങ് കുളിർക്കും. അതാണ് പ്രേമ പ്രൗഢിരസാർദ്രത ദ്രുതതരം. ആ ഭക്തന്റെ ഒരു തീവ്ര അഭിലാഷമാണ് എനിക്ക് ആ ഭക്തി. അതിനും ഭഗവാന്റെ കടാക്ഷം ഉണ്ടെങ്കിലേ പറ്റൂ, അല്ലാതെ എല്ലാവർക്കും ഈ ഭക്തി കിട്ടുമോ? അങ്ങനെ കിട്ടുമെങ്കിൽ എളുപ്പമല്ലായിരുന്നോ? ഭഗവാന്റെ കടാക്ഷം കൂടെ നമുക്ക് വേണം. പോയാലും ഭഗവത് കടാക്ഷം ഇല്ലെങ്കിൽ ഈ ഭക്തിയൊന്നും ഉറക്കില്ല. അതുകൊണ്ട് ദ്രുതതരം വാതാലയാതീശ്വര, അല്ലയോ ഗുരുവായൂരപ്പ, എനിക്ക് ആ ഭക്തി എന്നിൽ തന്ന് എന്നെ രക്ഷിക്കണേ എന്നുള്ള പ്രാർത്ഥനയാണ്. അതായത് ഭക്തി മഹത്വം ഈ ദശകത്തിൽ ആവർത്തിച്ചു പറയാണ്. ത്വദ്ഭക്തിസ്തു കഥാരസാമൃതശ്ചരീ നിർമ്മജ്ജനേന സ്വയം സിദ്ധ്യന്തി വിമല പ്രബോധ പദവി. ആ മോക്ഷപ്രാപ്തിയാണ് വിമല പ്രബോധ പദവി. ആ ജ്ഞാനത്തിന്റെ ആ നിർമ്മലമായ അവസ്ഥ, വിമല പ്രബോധ പദവിയും അക്ലേശതന്വതി. വളരെ ക്ലേശവുമില്ലാതെ തന്നെ ആ പദവിയിലേക്ക് എനിക്ക് പ്രവേശിക്കാൻ കഴിയും, എനിക്ക് വെളിപ്പെട്ട് കിട്ടും. സദ്യസിദ്ധികരി, ആ ഭക്തി സദ്യസിദ്ധികരി ജയതി, അങ്ങനെ ജയിക്കുന്നു. പെട്ടെന്ന് ആ സിദ്ധി കൊടുക്കുന്നവളായിട്ട് വിജയിച്ചരുളുകയാണ് ഈ ഭക്തി. സിദ്ധി എന്ന് വെച്ചാൽ മോക്ഷം, മോക്ഷാനുഭവം തന്നെ ഈ ഭക്തി കൊടുത്തരുന്നു. സദ്യ എന്ന് വെച്ചാൽ പെട്ടെന്ന്. അത് എനിക്ക് സൈവാസ്തുമേ, അതെനിക്ക് ഉണ്ടാകട്ടെ. ആ പ്രേമ പ്രൗഢി രസാർദ്രത സൈവാസ്തുമേ, ത്വത്പദത്തിലുള്ള, അതെന്ന് വെച്ചാൽ അങ്ങയിലുള്ള എന്നല്ല, അങ്ങയുടെ പാദത്തിലുള്ള ആ ഒരു ഭക്തി എനിക്ക് ഉണ്ടാകണേ. ദ്രുതതരം, വളരെ വേഗത്തിൽ തന്നെ. അല്ലയോ വാതാലയാതീശ്വര ഗുരുവായൂരപ്പ എന്നുള്ള പ്രാർത്ഥനയാണ് ഈ ശ്ലോകത്തിൽ. ത്വദ്ഭക്തിസ്തു കഥാരസാമൃതശ്ചരീ നിർമ്മജ്ജനേന സ്വയം സിദ്ധ്യന്തി വിമല പ്രബോധ പദവീം അക്ലേശതന്വതി. അക്ലേശത, യാതൊരു ക്ലേശവും ഇല്ലാതെ തന്വതി വെളിപ്പെട്ടു വരും. സദ്യസിദ്ധികരീ ജയതി,
അങ്ങനെ ആ സിദ്ധികരിയായിട്ട് മോക്ഷ പ്രദാനം ചെയ്യുന്നവളായിട്ടത് വിജയിക്കുന്നു. ഐ വിഭോ ലയോ ഗുരുവായൂരപ്പ. വിഭോ എന്ന് വെച്ചാൽ സർവശക്തനായിരിക്കുന്ന എന്തും ചെയ്യാൻ കഴിവുള്ളവനാണ് വിഭു, സർവശക്തൻ എന്നർത്ഥം. വിഭോ സ ഏവാസ്തു സൈവാസ്തു മേ ത്വത്പദപ്രേമ പ്രൗഢിരസാർദ്രത ദ്രുതതരം വാതാലയാതീശ്വര. ലയോ ഗുരുവായൂരപ്പ, എനിക്ക് ആ ഭക്തി, ഏകാന്ത ഭക്തി വളരെ പെട്ടെന്ന് തന്നെ തന്നരുളണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് ഈ 2ാം ദശകം ഇവിടെ അവസാനിക്കുന്നത്. സമയം നമുക്ക് അതാണ്ട് ആവാറായി. ഇനി സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. ഇപ്പൊ നമ്മൾ എടുത്ത ഈ ദശകത്തിലെയോ കഴിഞ്ഞ ദശകത്തെ ഏത് സംശയം ചോദിക്കാം. ഇനി എല്ലാരും അൺമ്യൂട്ടാക്കി ചോദിക്കാം. കേൾക്കാമോ? കേൾക്കാമോ? കേൾക്കാം സാർ. നന്നായിട്ട് മനസ്സിലായി. ഭഗവാനെ ജയിച്ചതുപോലെ ഭക്തി അവിടെ ഞാൻ ഗുരുവായൂരായിരുന്നോ എന്നൊരു സംശയം ഇത് കേൾക്കുമ്പോ. അത്രയ്ക്കും നല്ലതായിട്ട് അത്രയ്ക്കും നന്നായിട്ട് പറഞ്ഞു തന്നു. സന്തോഷം. ആർക്കെങ്കിലും വേറെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, നമുക്ക് സമയമുണ്ട്. വേറെ എന്തെങ്കിലും ചോദിക്കാം സംശയമായിട്ട്. ഹരിയോം സാർ. ഹരിയോം. ഹരിയോം. സാറേ, ആ 8ാമത്തേന്റെ തത്വ അവ്യക്തതയ അതൊന്ന്. തത് തത്വവ്യക്തത എന്നല്ല, തത് തു അവ്യക്തതയാ. തത്വ അവ്യക്ത അതാകട്ടെ അവ്യക്തത കൊണ്ട്, അതായത് ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നല്ലോ. തത്വ അവ്യക്തതയാ. തത്വ അവ്യക്തതയാന്ന് തന്നെ ചൊല്ലണം. തത്വവ്യക്തതയാന്നൊക്കെ ചെല്ലിയ കൊഴയും. തത്വ അവ്യക്തതയാസു ദുർഗമതരം. ദുർഗമം അല്ല, അതായത് പെട്ടെന്ന് അതിലോട്ട് കേറാൻ പറ്റില്ല, ദുർഗമമാണ്. സുദുർഗമം, വളരെയധികം ദുർഗമം, ഗമിക്കാൻ പ്രയാസമാണ് ദുർഗമം. അതിലോട്ട് പ്രവേശിക്കാൻ നമുക്ക് പറ്റില്ല, സുദുർഗമം. തത്വ അവ്യക്തതയാ, ഇന്ദ്രിയ ദർശനം അല്ലാത്തത് കൊണ്ട് അല്ലേ. കാരണം ഉപനിഷത്തുകളിൽ കൂടി കിട്ടുന്നതൊന്നും നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ടോ ഒന്നും മനസ്സിലാവുന്ന രൂപമല്ലല്ലോ അതിൽ വർണ്ണിച്ചിരിക്കുന്നത് അല്ലേ. ബുക്കിൽ എഴുതിയേക്കുന്നത് തൊത്തുന്നാണല്ലോ. എന്തോ തത് തത് തു അല്ല, തതെന്നല്ല ഇതിൽ എഴുതിയേക്കണേ. തായിട്ടിട്ട് അത് പിരിക്കണം. അതാ തത്തു അവ്യക്തതയാ. തത്വവ്യക്തതയാ. തത്വവ്യക്തതയാ. ഒരു ഉണ്ട്, പിന്നെ ഒരു ത്വായുണ്ട്. അങ്ങനെ അത് ഇരട്ടിച്ചല്ലേ എഴുതിയിരിക്കുന്ന. തത്വ തത്വം എന്നല്ലേ എഴുതിയിരിക്കുന്ന. തോന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ എന്റെ കയ്യിൽ പിരിച്ചെഴുതിയേക്കണ ബുക്കാ, അതുകൊണ്ടാ. അതെന്തോ എഴുതിയിരിക്കുന്ന. ഒരിടത്ത് ഒന്ന് ത്വത്ത്, പിന്നെ എഴുതിയേക്കുവാണ് ത്വവ്യക്തതയാ. ത്വവ്യക്തതയാ അല്ല, നമ്മള് തതെന്ന് എന്തായാലും എടുക്കണം. അത് തൂനാട്ടെന്നാണ്. ആട്ടെ എന്നുള്ള അർത്ഥത്തിലാണ്. ആകട്ടെ, അവ്യക്തത കൊണ്ടാകട്ടെ. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറഞ്ഞത്. തത്വ അവ്യക്തതയാ. തത് തു. തത്വം എന്ന് എടുത്തു കഴിഞ്ഞാൽ തത് ത്വം എന്നുള്ള അർത്ഥത്തിലല്ല. ഇവിടെ തത്വ അവ്യക്ത നമ്മൾ ചൊല്ലുമ്പോ തത്വ അവ്യക്തതയാ എന്നങ്ങ് ചൊല്ലിപ്പോയാൽ മതി. അതാകട്ടെ അവ്യക്തത കൊണ്ട് സുദുർഗമതരം, ഗമിക്കാൻ പ്രയാസമാണ്. തത്വവ്യക്തതയാ. രീതി മനസ്സിലാക്കിയാൽ മതി. പിന്നെ ഞങ്ങൾ ഇത് പഠിപ്പിച്ചിരിക്കുമ്പോഴേ ഈ വിസർഗമുള്ളിടത്തൊക്കെ വിശ്വപുരുഷൈഹി അങ്ങനെ അത് ചൊല്ലുന്ന രീതികൾ വ്യത്യാസം. ഞാനിവിടെ ചൊല്ലുന്ന രീതികൾ പറയുന്നില്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അത് ചൊല്ലുന്ന ക്ലാസ്സുകളുണ്ട്. ആ രീതി ചൊല്ലുന്നവർക്ക് ആ രീതി ചൊല്ലാം. നമ്മളിതിന്റെ ഒരു സാമാന്യ അർത്ഥവും പദവും പിരിച്ച് പറയുക. അല്ലാതെ ചൊല്ലുന്ന രീതി ഓരോരുത്തർ പല ഈണത്തിൽ ചൊല്ലുമല്ലോ നാരായണീയം. അതിന് കാസറ്റ് ഇട്ട് ചൊല്ലി പഠിക്കണം. സാറേ, എട്ടാമത്തെ ഖലു എന്നുള്ളതിന്റെ അർത്ഥം എന്തുവാ സാറേ? ഖലു എന്ന് വെച്ചാൽ അല്ലയോ എന്നാ നമ്മൾ പറയുന്നത്. 8ാമത്തേലല്ലേ അത് വരുന്നത്? എവിടെയാണ്? 8ാമത്തെ ശ്ലോകത്തിലാണോ അത് വരുന്ന? 7-ലാ വരുന്ന അല്ലേ? 7-ലാ. സൗന്ദര്യ രസാത്മകയെ തൊയ് കലു. കലു എന്ന് വെച്ചാൽ ആകട്ടെ, അല്ലയോ എന്നൊക്കെയാ കലു. അതൊക്കെ ഈ ചില വൃത്തപൂരണത്തിന് വേണ്ടി അല്ലയോ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. കലു ശബ്ദം ഒരു അവിയ ശബ്ദം, അത് അല്ലയോ എന്ന അർത്ഥത്തിലാ പ്രയോഗിക്കുന്നത്. ഇവിടെ സൗന്ദര്യ രസാത്മകയെ തൊയ്, ആ സൗന്ദര്യ മാത്രം സ്വരൂപമായിട്ടുള്ള അങ്ങയിൽ എന്നുള്ള അർത്ഥത്തിൽ അല്ലോ
എന്ന് പറയുമല്ലോ, കലു. അതിനാണ് കലു ചേർക്കുന്നത്. ഇങ്ങനെ അല്ലയോ അല്ലോ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ പറയാറില്ലേ? ഓ ആ, അപ്പൊ ആ അർത്ഥത്തിലാ കലു. അഞ്ചാമത്തെ ശ്ലോകം ഒന്നും കൂടെ ചൊല്ലാമോ സാറേ? ഏത് ശ്ലോകം? അഞ്ചാമത്തെ ശ്ലോകം. അഞ്ചാമത്തെ അഞ്ചാമത്തത് ഏതാ? ആ, ലക്ഷ്മി താവക താവക. ഒരു നിമിഷം, താവക എന്നാണോ? അതോ ഞങ്ങളുടെ പുസ്തകത്തിൽ ലക്ഷ്മി സ്ഥാവക എന്നാണ്. ലക്ഷ്മി അതാ ഞാൻ പറഞ്ഞ അവിടെ സ്ഥാവക. വിസർഗം കിടക്കും. ആ ലക്ഷ്മി കഴിഞ്ഞിട്ട് വിസർഗം വന്നിട്ട് താവകമാണ് വാക്ക്. പക്ഷെ നമ്മൾ വിസർഗം അവിടെ ചൊല്ലാത്തോണ്ട് ലക്ഷ്മി സ്ഥാവക എന്ന് പറയണം. ലക്ഷ്മി താവക സായും കൂടെ ചേർത്തങ്ങ് പറയണം ഉച്ചരിക്കുമ്പോ. പക്ഷെ താവകമാണ് വാക്ക്. താവകം എന്ന് വെച്ചാൽ അങ്ങയുടെ താവകം അർത്ഥത്തിലാണ്. ഇയം ലക്ഷ്മി. മുഴുവനെ ഒന്ന് ചൊല്ലാമോ സാർ? ആ, ലക്ഷ്മി സ്ഥാവക. ലക്ഷ്മി എല്ലാരും ഒന്ന് മ്യൂട്ടി. ലക്ഷ്മി സ്ഥാവക രാമണീയക ഹൃദൈവേയം. ലക്ഷ്മി സ്ഥാവക രാമണീയക ഹൃദയേവ ഇയം. അതാണ് ഇയം ലക്ഷ്മി. ഇയം ലക്ഷ്മി താവകം എന്ന് എടുത്തോളൂ. ലക്ഷ്മി സ്ഥാവക രാമണീയക ഹൃദൈവേയം പരേഷു അസ്ഥിരേത്യസ്മിൻ അന്യതപി പ്രമാണമധുനാ വക്ഷ്യാമി ലക്ഷ്മീപതേ. അവിടെ കുറച്ച് വാക്കുകളുടെ സന്ധിയുണ്ട്. ആ അർത്ഥം ഞാൻ ഒന്നുകൂടെ വേണമെങ്കിൽ പറയാം. ലക്ഷ്മി അവിടെ വിസർഗം. ഇയം ലക്ഷ്മി താവക രാമണീയക. അങ്ങയുടെ ആ രാമണീയത്വം ഉണ്ടല്ലോ, ആ മനോഹാരിത്വം, അതിൽ ഹൃദ ആകൃഷ്ടയായിരിക്കുന്നു. ഹൃദ ആ അതിലാൽ ഹൃദം ആയിരിക്കുന്നു, ആകർഷിക്കപ്പെട്ടിരിക്കുന്നു. ഏവേ എന്ന് വെച്ചാൽ തന്നെ തന്നെയാണ്. ഇയം ലക്ഷ്മി ഹൃദയേവ. ഏതിൽ? അങ്ങയുടെ താവക രാമണീയകം, അങ്ങയുടെ ആ മനോജ്ഞതയിൽ. മനോജ്ഞകം നേരത്തെ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞില്ലേ, അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ലക്ഷ്മി താവക രാമണീയക ഹൃദൈവേയം പരേഷു അസ്ഥിരേ. പരേഷു എന്ന് വെച്ചാൽ അന്യരിൽ, അന്യഭക്തന്മാരിൽ. അസ്ഥിരേ ഇതി അസ്മിൻ. അങ്ങനെ എടുത്തോളണം. അസ്ഥിരേ ഇതി അസ്മിൻ. അതാണ് അസ്ഥിരേത്യസ്മിൻ അന്യത് അപി. അന്യതപി പ്രമാണം അധുനാ വക്ഷ്യാമി ലക്ഷ്മീപതേ. യേ ത്വധ്യാന ഗുണാനുകീർത്തന രസാസക്താഹി. യേ ത്വധ്യാനം. ഇച്ചിരിയൊക്കെ പ്രയാസമുണ്ട് അവിടെ, ശ്രദ്ധിച്ചവർക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ ഇത് വീണ്ടും വീണ്ടും കാസറ്റ് കേട്ട് നോക്കണം. യേ ത്വധ്യാന ഗുണാനുകീർത്തനം. ത്വധ്യാനം അങ്ങയുടെ ധ്യാനം. ഗുരുവായൂരപ്പന്റെ അവിടെ ത്വത്തൊരു വാക്കുണ്ട്. യേ ത്വധ്യാന ഗുണ അനുകീർത്തനം. വീണ്ടും വീണ്ടും കീർത്തനം. അതാണ് അനുകീർത്തനത്തിൽ രസാസക്ത. ആ രസത്തിൽ ആസക്തരായിരിക്കുന്നവർ. മനസ്സിലായില്ലേ? ഏ ത്വധ്യാന ഗുണാനുകീർത്തന രസാസക്ത ചേർത്ത അങ്ങനെയുള്ള ഭക്ത. മനസ്സിലായില്ലേ? ഏ ജന അങ്ങനെ ഭക്തരായി മാറുമ്പോൾ തേഷേഷാ വസതി. അവരിൽ തേഷു അവരിൽ യേഷ ഇവൾ ഈ ലക്ഷ്മി ഭഗവതി വസതി. തേഷേഷ വസതി സ്ഥിരൈവ. സ്ഥിരമായി തന്നെ. അതാണ് അവിടുത്തെ തത്വം. മനസ്സിലായോ? ഇനി എന്താ ഉണ്ട്? സാറേ, ഈ 10ാമത്തെ ശ്ലോകത്തില് സദ്യ ജയതി ഐ വിഭോ എന്നാണ്. ജയതി എന്ന് വെച്ചാൽ ജയിക്കുന്നു, വിജയിക്കുന്നു. അങ്ങ് വിജയിച്ചരുളുന്നു. ഈ ഭക്തി വിജയിച്ചരുന്നു. അങ്ങല്ല, സിദ്ധ്യകരി ജയതി. ഭക്തി സിദ്ധികരിയായിട്ട് ജയിക്കുന്നു എന്നുവെച്ചാൽ പെട്ടെന്ന് സിദ്ധി ഉണ്ടാക്കി തരുന്നു. സിദ്ധികരി എന്ന് വെച്ചാൽ സിദ്ധി ഉണ്ടാക്കി തരുന്നു എന്നല്ലേ? സദ്യ സിദ്ധികരി ജയതി ചേർത്തെടുത്തോളണം. സിദ്ധികരിയായി ജയിക്കുന്നു എന്ന്. മോക്ഷപ്രാപ്തി തന്ന് ഈ ഭക്തി ജയിക്കുന്നു. ജയതി ഐ വിഭോ അല്ലയോ വിഭോ. ഐ അങ്ങോട്ട് മാറ്റണം. പക്ഷെ ചൊല്ലുമ്പോൾ സദ്യസിദ്ധികരീ ജയത്യൈ വിഭോ സൈവാസ്തു സയേവാസ്തു സൈവാസ്തു മേ ത്വത്പദ പ്രേമ പ്രൗഢിരസാർദ്രത ദ്രുതതരം വാതാലയാതീശ്വര. എന്തെങ്കിലും ഉണ്ടോ? എന്നിട്ട് നമ്മളിനി അടുത്ത ക്ലാസ്സേ അവിടെ പലരും പറയട്ടെ. 9ാമത്തെ ശ്ലോകത്തിൽ ആ 3ാമത്തെ വരി ഒന്ന് പറഞ്ഞു. ക്ലിഷ്ടുവാ തർക്കപദയാണോ? ഈ 9ാമത്തേതിനകത്ത് 9ാമത്തെ രണ്ടാമത്തെ വരി ബോധേ ഭക്തിപദേ. പറയൂ ഗുരു, അതന്നെ പറയൂന്ന്. ബോധേ ഭക്തിപദേ. ബോധത്തിലോ അഥവാ ഭക്തി, അതാണ് അഥവാ കൊടുക്കുന്നത്. ബോധേ ഭക്തി അഥവാ ഭക്തിപദേ.
ബോധത്തിലോ അല്ലെങ്കിൽ ഭക്തിപദത്തിലോ, ബോധപദത്തിലോ അല്ലെങ്കിൽ ഭക്തിപദത്തിലോ. അതാണ് ബോധേ ഭക്തിപദേ അഥവാ അപി ഉചിതത. അപി ഉചിതത എന്ന് വെച്ചാൽ യോഗ്യത. ഭക്തി ജ്ഞാനപദത്തിലോ ഭക്തി പദത്തിലോ യോഗ്യത നേടുന്നു എന്ന് പറയുകയാണ്. ബോധേ ഭക്തിപദേധവാപ്യുചിതതാം ആയാന്തി. ആയാന്തി എന്ന് വെച്ചാൽ അതിലോട്ട് വരുന്നു, ഈ ഭക്തിപദത്തിലോട്ടോ അല്ലെങ്കിൽ ജ്ഞാനപദത്തിലോട്ടോ. ഉചിതതാം ആയാന്തി കിം താപത. അതുകൊണ്ട് എന്താണ് പ്രയോജനം? മനസ്സിലായില്ലേ? നമ്മുടെ നമ്മുടെ സമയം തീരാൻ പോകുന്നു കേട്ടോ. സ്വാമി ശരണം. പിന്നെ അല്ല, ഒരു അനൗൺസ്മെന്റ് ഉണ്ട്. നമ്മളെ അടുത്ത ക്ലാസ് എന്ന് നടത്താനാണ് കുറച്ചുപേര് പറഞ്ഞു ശനിയാഴ്ചയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണെന്ന്. ആയിക്കോട്ടെ അല്ലേ? സാറേ ഒരു 8 ശനിയാഴ്ച ആർക്കും പ്രശ്നമില്ലല്ലോ. സാറേ 7 മണി ആയിരുന്നെങ്കിൽ ഒരു സൗകര്യമായിരുന്നു. 8 തൊട്ട് 10 വരെയോ 9 വരെയോ? ഓ ആ ടൈം ആണെങ്കിൽ നമുക്ക് മാറ്റാം. ആൾക്കാരുടെ അഭിപ്രായം ഉണ്ടെങ്കിൽ നമുക്ക് 8 തൊട്ട് 9 വരെ ആക്കാം. പക്ഷെ കുറച്ച് നീണ്ടുപോയില്ല, കുഴപ്പമില്ലല്ലോ. എന്നാ സാരമില്ലേ, വേണ്ട. ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട. ഇല്ല, എനിക്ക് ബുദ്ധിമുട്ടല്ല, ബാക്കിയുള്ളവർക്കൊക്കെ നേരത്തെ പോകേണ്ടവർക്കൊക്കെ അല്ലേ. സാറേ ഈ സമയം കണ്ടിന്യൂ നല്ലത്. 7 തൊട്ട് 9 വരെ അതായിരിക്കും നല്ലത്. അത് തന്നെ, അത് മതി. അതെ അത് അതെ മതി. അതെ മതിയെ മതി. അതിന് അടുത്ത ക്ലാസ് ശനിയാഴ്ച സാറ്റർഡേ ആയിരിക്കും 7:30 തൊട്ട് 9 വരെ. സാറേ അപ്പൊ അത് ഇതുവരെ അനൗൺസ്മെന്റ് അത് ഇടും കേട്ടോ. മെസ്സേജ് ഇടും. സാറേ ഇതുവരെ ഉള്ളത് ഇതിനകത്ത് കേൾക്കാൻ പറ്റുമോ? റിപ്പീറ്റ് ചെയ്ത് നോക്കാൻ. ഇതിപ്പോ ഇടാം, നമുക്ക് റെക്കോർഡ് ചെയ്തിടും. ഇത് റെക്കോർഡ് ചെയ്യുമ്പോൾ ഗ്രൂപ്പ് ഇടും. യൂട്യൂബിലുണ്ട്, യൂട്യൂബ് നോക്കിയാൽ മതി. ആണോ? ഞങ്ങള് ഗ്രൂപ്പിൽ ആഡ് അല്ല. ഇതിന്റെ ഇത് നിങ്ങളെ ഇപ്പൊ ഇത് റെക്കോർഡ് ചെയ്തിട്ട് യൂട്യൂബിൽ ഇടും കേട്ടോ. ഓ യൂട്യൂബിൽ ഇടുമ്പോ എല്ലാവർക്കും കേൾക്കാം. നോക്കിയാൽ മതി, യൂട്യൂബിൽ നോക്കിയാൽ മതി. ഭാഗവത സത്രം അടിച്ചു കഴിഞ്ഞാൽ, ഈ നാരായണീയം ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇത് വരും. ഓ മനസ്സിലായി. ഓരോ ക്ലാസിന്റെ ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ മെസ്സേജ് അടിക്കുന്നുണ്ട് റെക്കോർഡ് ചെയ്തതിന്റെ കോപ്പി. ഓ റെക്കോർഡ് ചെയ്ത് അന്നത്തെ ആ ലിങ്ക് ഈ ഗുരുവായൂർ സത്ര ഗ്രൂപ്പിൽ ഇട്ടാൻ നന്നായിരുന്നു. അത് ചേർക്കാം. അതിന്റെ കുറച്ച് പ്രോസസ്സിംഗ് ഉണ്ടേ. അത് നമ്മുടെ നടപടി എടുത്തോണ്ടിരിക്കുക. എല്ലാവരെയും അറിയിക്കാനുള്ള മാർഗം ഉണ്ടാക്കാം. നേരത്തെ ഞാൻ പറഞ്ഞ കണക്ക് നാരായണീയ സമിതി നിങ്ങൾക്ക് ഉണ്ടാക്കാമെങ്കിൽ വളരെ എളുപ്പമുണ്ട്. നിങ്ങളൊരു 10 പേരോ 15 പേരോ ചേർത്തിട്ട് അതിനെ സ്വാമി അറിയിച്ചു. നാരായണ സ്വാമിയുടെ നമ്പരൊക്കെ ഞാൻ തരാം. വിളിച്ചു പറയാമെങ്കിൽ നിങ്ങളെ ഒരു ഗ്രൂപ്പിലാക്കും. എന്നിട്ട് ആ മെസ്സേജുകൾ എല്ലാ ഗ്രൂപ്പിൽ അദ്ദേഹത്തിന്റെ ഉണ്ട് നമ്പര്. ഉണ്ടെങ്കിൽ അത് വരും എല്ലാവർക്കും അയക്കും. ഒന്ന് പറയാവോ നമ്പർ? അല്ല, ഇതിലിട്ടിരുന്നാ മതി, അപ്പൊ എല്ലാവർക്കും എടുക്കാമല്ലോ. ഒരു ഗ്രൂപ്പിൽ ഇട്ട സ്വാമി ഇടും. സ്വാമി അതിനകത്ത് മെസ്സേജ് തരും. ഇനി അടുത്തത് സ്വാമിയാണല്ലോ ഇതിന്റെ അഡ്മിൻ. സ്വാമി അതിന്റെ മെസ്സേജ് തന്നോണ്ടിരിക്കും. അത് മതിയല്ലോ.